ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി. സത്യദൈവവും നിത്യജീവനുമായ യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യമായ നാമത്തിൽ ട്രൂത്ത് ഫൈറ്റേഴ്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും ഞങ്ങളുടെ സ്നേഹ വന്ദനങ്ങൾ. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിനെ എയറിൽ നിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിച്ചുകൊണ്ടിരിക്കുന്ന, ഇസ്ലാം എന്ന ഐഡിയോളജിയുടെ പൊള്ളത്തരങ്ങൾ തെളിവ് സഹിതം തുറന്നു കാണിക്കുന്ന ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കൽ ഫിലിപ്പിൻ്റെ കുടുംബാംഗങ്ങൾക്ക് നേരെ ജിഹാദികളുടെ ആക്രമണം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്ന ഇൻ്റലിജൻസ് റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിൽ നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് പോലീസ് പ്രൊട്ടക്ഷൻ നൽകേണ്ടി വന്നിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് നിങ്ങളെല്ലാം അറിഞ്ഞു കാണുമെന്നാണ് ഞങ്ങൾ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ സിസ്റ്റർ റീന അലക്സിൻ്റെ കുടുംബത്തിനെതിരെയും ആക്രമണ ഭീഷണി ഉണ്ടെന്ന് കാണിച്ച് പോലീസ് അവർക്കും സംരക്ഷണം നൽകിയിട്ടുള്ളതായി അവരുടെ ഫേസ്ബുക്ക് വീഡിയോയിൽ നിന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈ വിഷയം സംബന്ധിച്ച് ചില കാര്യങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ ഞങ്ങൾ ചെയ്യുന്നത്. ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലിൻ്റെ നേരെ ഇസ്ലാമിസ്റ്റുകൾക്ക് പകയുണ്ടാകും എന്ന് ഞങ്ങൾക്കറിയാം. എത്ര പകയുണ്ടായാലും അദ്ദേഹത്തെ തൊടാൻ കിട്ടുകയില്ല എന്ന കാര്യം ഇസ്ലാമിസ്റ്റുകൾക്കും അറിയാം. കാരണം അദ്ദേഹം അയർലൻഡിൽ താമസിക്കുന്ന ഒരു ഐറിഷ് പൗരനാണ്. അപ്പോൾ കേരളത്തിലിരുന്നു കൊണ്ട് ചില ആളുകൾ അദ്ദേഹത്തെ എന്തെങ്കിലും ചെയ്യണമെന്ന് വിചാരിച്ചാൽ അത് നടക്കുന്ന കാര്യമൊന്നുമില്ല. കേരളത്തിലോ ഗൾഫിലോ ഇരുന്നിട്ട് എന്തെങ്കിലുമൊക്കെ ചെയ്യണമെന്ന് വെച്ചാൽ നടക്കുമൊന്നുമില്ല. അദ്ദേഹം അയർലൻഡിലാണ്. അപ്പോൾ പിന്നെ ഈ കേരളത്തിലെ ജിഹാദികൾക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എന്താണ്? നാട്ടിലുള്ള അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ ആക്രമിച്ച് ഭയപ്പെടുത്തി സെബാസ്റ്റ്യൻ ബ്രദറിനെ നിശബ്ദനാക്കാൻ നോക്കുക എന്നുള്ളതാണ് അവർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം. വിമർശകരെ ആക്രമിച്ച് ഇല്ലാതാക്കുകയോ നിശബ്ദരാക്കുകയോ ചെയ്യുക എന്നുള്ള ഈ തന്ത്രം മുസ്ലിങ്ങൾ പണ്ട് മുതലേ, എന്ന് വെച്ചാൽ മുഹമ്മദിൻ്റെ കാലം മുതലേ ചെയ്തു വരുന്ന ഒന്നാണ്. മുഹമ്മദിൻ്റെ കാലം മുതലേ ഇത് തന്നെയാണ് ഇവരുടെ പരിപാടി. പക്ഷെ കാലം മാറി എന്നുള്ള കാര്യം ഇവർക്കൊന്നും ഇതുവരെ മനസ്സിലായിട്ടില്ല. 7-ാം നൂറ്റാണ്ടിൽ നിന്ന് എങ്ങനെയോ ടൈം മെഷീനിൽ കയറി ടൈം ട്രാവൽ ചെയ്ത് 21-ാം നൂറ്റാണ്ടിൽ എത്തപ്പെട്ടവരാണ് ഈ ഇസ്ലാമിസ്റ്റുകൾ. അവരുടെ വിചാരം ഇസ്ലാമും മുഹമ്മദും ഖുർആാനും അള്ളാഹുവും ഒക്കെ വിമർശനത്തിന് അതീതമായ സംഭവങ്ങളാണ്. ആരെങ്കിലും മുഹമ്മദിനെയോ ഖുർആാനെയോ അള്ളാഹുവിനെയോ വിമർശിച്ചാൽ അവരുടെ കയ്യോ കാലോ കഴുത്തോ വെട്ടിയെടുക്കാനുള്ള അവകാശം തങ്ങൾക്കുണ്ടെന്നാണ്. അതാണ് ഇവരുടെയൊക്കെ വിചാരം. കാരണം 7-ാം നൂറ്റാണ്ടിൽ അങ്ങനെ ആയിരുന്നല്ലോ. അതുപോലെ തന്നെയാണ് 21-ാം നൂറ്റാണ്ടിൽ വന്ന. 21-ാം നൂറ്റാണ്ടിൽ എത്തപ്പെട്ടതുപോലെ ഉമ്മാർ അറിഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് ഇങ്ങനെയൊക്കെ കാണിക്കുന്നത്. ഏതായാലും 7-ാം നൂറ്റാണ്ടിൽ നിന്ന് ടൈം മെഷീനിൽ കയറി 21-ാം നൂറ്റാണ്ടിലേക്ക് വന്ന ഇങ്ങനെയുള്ള ടീംസിനോട് പറയുകയാണ്, കാലം മാറി എന്നുള്ള വസ്തുത നിങ്ങൾ അറിഞ്ഞിരുന്നാൽ നിങ്ങൾക്ക് കൊള്ളാം. ഇസ്ലാം എന്നാൽ എന്താണെന്ന്, മുഹമ്മദ് എങ്ങനെയുള്ളവനായിരുന്നെന്ന്, ഖുർആൻ എന്ന പുസ്തകം ഏത് തരത്തിലുള്ളതാണെന്ന്, അള്ളാഹു എന്ന ഗോത്രദേവൻ അത് വെറും ഒരു സാങ്കല്പിക സൃഷ്ടിയാണെന്നൊക്കെയുള്ള കാര്യം ഇന്ന് കേരളത്തിൽ ഒരുമാതിരി എല്ലാവർക്കും അറിയാം. കാരണം സ്മാർട്ട് ഫോൺ ഇല്ലാത്ത യുവജനങ്ങൾ കേരളത്തിൽ കുറവാണ്. സ്മാർട്ട് ഫോണുള്ള എല്ലാവരും സോഷ്യൽ മീഡിയയിൽ സമയം ചെലവഴിക്കുന്നവരുമാണ്. അവർ പലരും പല സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്നായി ഇസ്ലാമിനെ ശരിക്കും പ്രമാണങ്ങളിൽ നിന്നും ചരിത്രങ്ങളിൽ നിന്നും മനസ്സിലാക്കുകയും ചെയ്യുന്നുണ്ട്. പലരും അതൊന്നും തുറന്നു പറയുന്നില്ലായിരിക്കും. കാരണം ഈ ബഹുഭൂരിപക്ഷം വരുന്ന സാധാരണ മുസ്ലിങ്ങൾ ഈ പ്രമാണങ്ങൾ അനുസരിച്ചല്ല ജീവിക്കുന്നത്. അവരുടെ മതത്തിൻ്റെ പ്രമാണങ്ങൾ അനുസരിച്ചല്ല ജീവിക്കുന്നത്. ഇസ്ലാമിക പ്രമാണത്തിന് വിരോധമായി അമുസ്ലിങ്ങളോട് സൗഹൃദം പുലർത്തിക്കൊണ്ട്, അമുസ്ലിങ്ങളുമായി ഉറ്റ സൗഹൃദം പുലർത്തിക്കൊണ്ടുള്ള ജീവിതമാണ് ഭൂരിപക്ഷം മുസ്ലിങ്ങളും നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തിബന്ധങ്ങൾക്ക് ഇടിവ് തട്ടണ്ട എന്നുള്ള ചിന്തയിലാണ് ഇസ്ലാമിനെക്കുറിച്ചൊക്കെ മനസ്സിലായ അമുസ്ലിങ്ങൾ അത് തുറന്നു പറയാതെ മിണ്ടാതിരിക്കുന്നത്. അതുകൊണ്ടാണ്. എന്നാൽ ഇസ്ലാമിനെ തുറന്നു കാണിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാരെയോ അവരുടെ കുടുംബാംഗങ്ങളെയോ ഏതെങ്കിലും ജിഹാദികൾ ആക്രമിച്ചാൽ സ്ഥിതി മാറും. പിന്നെ ഈ കാണുന്ന സ്ഥിതി ആയിരിക്കില്ല. ഈസ്റ്റർ ദിനത്തിൽ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ ബോംബുകൾ പൊട്ടുന്നത് വരെ കേരളത്തിലെ 99% ക്രിസ്ത്യാനികളും ഇസ്ലാം നമ്മുടെ സഹോദര മതമാണ്, മുസ്ലിങ്ങൾ നമ്മുടെ സഹോദരന്മാരാണെന്നും പറഞ്ഞ് നടന്നിരുന്ന ആൾക്കാരായിരുന്നു. അന്നൊക്കെ ഞങ്ങൾക്കെതിരെയൊക്കെ അവർ പറഞ്ഞിരുന്നൊന്നും കയ്യും കണക്കുമില്ല. ഇസ്ലാം നിങ്ങൾ വിചാരിക്കുന്ന പോലെയുള്ള ഐഡിയോളജി അല്ല. അത് ക്രിസ്ത്യാനിറ്റിക്കെതിരെ തന്നെ പിശാച് കൊണ്ടുവന്നൊരു സാധനമാണ്. ആൻറ്റി ക്രൈസ്റ്റാണ് അതിൻ്റെ പുറകിലുള്ളത് എന്നൊക്കെ ഞങ്ങൾ പറഞ്ഞിരുന്ന സമയത്ത് ഞങ്ങളെ ഏറ്റവും കൂടുതൽ എതിർത്തിരുന്നത്, മുസ്ലിങ്ങളെക്കാൾ അധികം എതിർത്തിരുന്നത് ഈ ക്രിസ്ത്യാനികളായിരുന്നു. അവർ പറഞ്ഞത് നിങ്ങൾ വെറുതെ അനാവശ്യമായിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയാണ്, ഇവിടെ മുസ്ലിങ്ങളും ന്യൂനപക്ഷമാണ്, നമ്മളും ന്യൂനപക്ഷമാണ്, അപ്പോൾ തമ്മിൽ നമ്മൾ പ്രശ്നം ഉണ്ടാക്കാനുള്ളൊരു ഇടം നിങ്ങൾ ഉണ്ടാക്കരുത്, അനാവശ്യമായിട്ട് നിങ്ങൾ പ്രശ്നം ഉണ്ടാക്കുകയാണ്, സമുദായ വിദ്വേഷം ഉണ്ടാക്കുകയാണെന്നൊക്കെയാണ് അന്ന് ക്രിസ്ത്യാനികൾ ഞങ്ങളോട് പറഞ്ഞുകൊണ്ടിരുന്നത്. ഞങ്ങളൊക്കെ ഓരോരുത്തരും ഉൾപ്പെട്ട് നിൽക്കുന്ന സ്വന്തം സഭയിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാകുന്നുണ്ടോ?
അങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷേ ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ പള്ളികളിൽ അവിടെ ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ഇവിടെയുള്ള ക്രിസ്ത്യാനികളിൽ പലരെയും അത് ഉണർത്തി. പലർക്കും കാര്യം മനസ്സിലായി, ഞങ്ങൾ പറയുന്നത് എന്തുകൊണ്ടാണെന്നുള്ള കാര്യം. അവിടെ സംഭവിച്ചാൽ ഇവിടെയും അത് സംഭവിക്കാനുള്ള സാധ്യതയുണ്ടെന്ന് അരിയാഹാരം കഴിക്കുന്ന ക്രിസ്ത്യാനികൾ ചിന്തിക്കാൻ തുടങ്ങി. അതിന് അനന്തരഫലം എന്താണെന്ന് മനസ്സിലായോ? ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയപ്പോൾ പോലും അങ്ങനെ ചിന്തിച്ചില്ല. പക്ഷേ ശ്രീലങ്കയിൽ ബോംബ് പൊട്ടിക്കഴിഞ്ഞപ്പോൾ ചിന്തിച്ചു. ഇതിൻ്റെ അനന്തരഫലം എന്താണ്? ഇന്ന് സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ, ഇന്ന സഭകളിൽ നിന്നൊന്നുമില്ല, ഏത് സഭകളിൽ പെട്ടതായ സാധാരണക്കാരായ ക്രൈസ്തവ വിശ്വാസികൾ മുതൽ കത്തോലിക്ക സഭയുടെ ബിഷപ്പ് കോൺഫറൻസ് ഉണ്ടല്ലോ, കേരള കാത്തലിക് ബിഷപ്പ് കോൺഫറൻസ്, KCBC-യിലുള്ളത് സാധാരണ വിശ്വാസികളല്ല, അൽമായരൊന്നുമല്ല, ടോപ്പ് ലെവലിലുള്ള ആൾക്കാരാണ്. അവർ വരെ, സാധാരണ ക്രൈസ്തവർ മുതൽ KCBC-യിൽ ഉള്ളവർ വരെ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിലുള്ള വ്യത്യാസങ്ങൾ വിവരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും തമ്മിൽ ഒരു ബന്ധവുമില്ല. ഖുർആനിലുള്ള ഈസ ബൈബിളിലെ യേശു അല്ല, ഖുർആനിലെ ഇബ്രാഹിം നബി ബൈബിളിലുള്ള അബ്രഹാം അല്ല, ഖുർആനിലെ ദാവൂദ് ബൈബിളിലെ ദാവീദല്ല, ഒന്നും ഇത് തമ്മിൽ ഒരു ബന്ധവുമില്ല, ഓരോന്നും. അതുപോലെ അള്ളാഹു ബൈബിളിലെ ദൈവമല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വിവരിച്ചുകൊണ്ട് ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ക്രൈസ്തവരെ അത് ബോധവൽക്കരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ സ്ഥിതിവിശേഷം. അങ്ങനെ ഇരിക്കെ ജോസഫ് മാഷിനൊക്കെ ഉണ്ടായതുപോലെയുള്ള ഒരു അനുഭവം ഇനി ഏതെങ്കിലും ഒരു ക്രിസ്ത്യാനിക്ക് ഈ കേരളത്തിലുണ്ടായാൽ പിന്നെ കേരളത്തിലെ ഇസ്ലാമിൻ്റെ അവസ്ഥ വളരെ ശോകമൂകമാകും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. ഇസ്ലാമിനെക്കുറിച്ച് നല്ലവണ്ണം അറിഞ്ഞിട്ടും മിണ്ടാതിരിക്കുന്ന ക്രൈസ്തവർ പിന്നെ ചറപറ വീഡിയോയുമായി വരും. കേരളത്തിൽ ക്രിസ്ത്യാനികൾക്ക് അതിജീവിക്കണമെങ്കിൽ വേറെ നിവൃത്തിയില്ല എന്നുള്ള കാര്യം അവർക്ക് പിടികിട്ടും. അതുകൊണ്ടാണ് അവരങ്ങനെ വീഡിയോസുമായിട്ട് വരുന്നത്. അപ്പം അങ്ങനത്തെ ഒരു അവസ്ഥ വന്നു കഴിഞ്ഞാൽ സെബാസ്റ്റ്യൻ ബ്രദർ പറഞ്ഞതുപോലെ പിന്നെ എയറിലല്ല, ശൂന്യാകാശത്തായിരിക്കും കേരളത്തിലെ ഇസ്ലാമിൻ്റെ സ്ഥാനം. ആ അവസ്ഥയിലെത്തും. ഇസ്ലാമിനെ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ആർക്കെതിരെ ഭീഷണി ഉണ്ടായാലും ഞങ്ങൾ ആ ഭീഷണിക്കെതിരെ നിലകൊള്ളും. ട്രൂത്ത് ഫൈറ്റേഴ്സ് ആ ഭീഷണിക്കെതിരെ നിലകൊള്ളും. അത് നിങ്ങൾ സംഘപരിവാറിലെ ആളുകളെ ഭീഷണിപ്പെടുത്തിയാലും ശരി, അതല്ല നിരീശ്വരവാദികളായിരിക്കുന്ന ആൾക്കാരെ ഭീഷണിപ്പെടുത്തിയാലും ക്രൈസ്തവരായിരിക്കുന്നവരെ ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ ആ ഭീഷണിക്കെതിരെ നിലകൊള്ളും. അവരുടെ മാത്രമല്ല, ഏതൊരാളുടെയും. കാരണം ആശയ സംവാദത്തിനൊരു തടസ്സം കൂടെ ഉണ്ടാകാൻ പാടില്ല. ആശയ സംവാദത്തിന് എൻ്റെ മനസ്സിലുള്ള ആശയങ്ങൾ കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം എനിക്കുണ്ട്. നിങ്ങൾക്കും ആ സ്വാതന്ത്ര്യമുണ്ട്. കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്കും പറയാം, ഇസ്ലാമിസ്റ്റുകൾക്കും പറയാം, കുഴപ്പമൊന്നുമില്ല. ഏതൊരാൾക്കും അത് പറയാനുള്ള അവകാശമുണ്ട്. ആ അവകാശത്തിന് വേണ്ടി ഞങ്ങൾ നിലകൊള്ളും. അതുകൊണ്ട് ഇങ്ങനെ ആര് ഭീഷണിപ്പെടുത്തിയാലും ഞങ്ങൾ ഇതുപോലുള്ള വീഡിയോസുമായിട്ട് വരും. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലിനുള്ള സത്യത്തിൻ്റെ പോരാളികളുടെ പിന്തുണയും ഐക്യദാർഢ്യവും ഞങ്ങൾ അറിയിക്കുകയാണ്. ഉപദേശപരമായി ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലുമായി ഞങ്ങൾക്ക് വിയോജിപ്പുകളുണ്ട്. അത് ഞാൻ എന്തുകൊണ്ടാണ് പറയുന്നതെന്ന് വെച്ചാൽ, ഈ വീഡിയോ പുറത്തിറങ്ങി കഴിയുമ്പോൾ സെബാസ്റ്റ്യൻ ബ്രദറിൻ്റെ ആക്രമണത്താൽ നട്ടം തിരിയുന്ന പല ജിഹാദികളും വന്ന് ഈ കാര്യം പറഞ്ഞ് ഞങ്ങളുടെ വീഡിയോയ്ക്ക് കീഴെ കമൻ്റ് ഇടുമെന്ന് ഞങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ്. അതുകൊണ്ടാണ് പറയുന്നത്. ഉപദേശപരമായ വിയോജിപ്പുകൾ ഞങ്ങൾ ആശയ സംവാദത്തിലൂടെ പരിഹരിച്ചോളാം. മുസ്ലിങ്ങളൊക്കെ ചെയ്യുന്നത് പോലെ ഉപദേശപരമായ ഭിന്നതകൾ വരുമ്പോൾ അന്യോന്യം കൊന്നുമുടിച്ചോ അല്ലെങ്കിൽ തലക്കടിച്ച് വീഴ്ത്തിയോ പള്ളയ്ക്ക് കത്തിയേറ്റിയോ ഉള്ള പരിഹാരമാർഗമല്ല ഞങ്ങൾക്കുള്ളത്. ലോക മുസ്ലിങ്ങളുടെ ഇടയിൽ ഉപദേശപരമായി പല വ്യതിയാനങ്ങളുമുള്ള പല ഗ്രൂപ്പുകളുണ്ട്. ഈ ഉപദേശ വ്യതിയാനങ്ങളുടെ പേരിൽ അവർ പരസ്പരം ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ട് ലോകത്തിൻ്റെ സമാധാനം തന്നെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഷിയാക്കളെ സുന്നികൾ കൊല്ലുന്നു, സുന്നികളുടെ പള്ളിയിൽ ഷിയാക്കൾ ബോംബിടുന്നു. അതുപോലെ പണ്ടാണെങ്കിൽ നോക്കിക്കഴിഞ്ഞാൽ സുന്നികളെയും ഷിയാക്കളെയും ഗവാരിജുകളെന്ന് പറയുന്ന ടീം കൊന്നിട്ടുണ്ട്. അവസാനം ഈ ഗവാരിജുകളെ കൊല്ലാൻ വേണ്ടി സുന്നികളും ഷിയാക്കളും കൂടി ഒരുമിച്ച് ചേർന്ന് ചതിച്ച് പല കളവുകളൊക്കെ പറഞ്ഞിട്ടാണ് ഗവാരിജുകളെ ചരിത്രത്തിൽ നിന്ന് ഇല്ലാതാക്കിയത്. ഇത് പുറത്തുള്ള കാര്യം. ഇനി കേരളത്തിലേക്ക് വന്നാലോ? കേരളത്തിൽ ഇത് തന്നെയാണ്. ഉപദേശപരമായ വ്യതിയാനങ്ങളുടെ പേരിൽ മുസ്ലിങ്ങൾ പലവിധ ഗ്രൂപ്പുകളായി തിരിഞ്ഞ് പോരടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ ഞങ്ങൾ കാണാത്തതൊന്നുമല്ല, ഞങ്ങൾക്ക് അറിയാതെ. സുന്നികളും മുജാഹിദുകളും തമ്മിലുള്ള അടി ഞങ്ങൾ കാണുന്നുണ്ട്. പിന്നെ സുന്നികളിൽ തന്നെ കാന്തപുരം ഗ്രൂപ്പും ഇ.കെ. അബൂബക്കർ ഗ്രൂപ്പും തമ്മിലുള്ള പൊരിഞ്ഞടി അത് വേറെ. മുജാഹിദുകളിലോ തൗഹീദിൻ്റെ പേരിലടി, ജിന്നൂരി വിഭാഗവും ജിന്നിനെ അനുകരിക്കാത്ത വിഭാഗം തമ്മിലുള്ള അടി. തൗഹീദ് ഇവർ വലിയ കാര്യത്തിലൊക്കെ ത്രിയേകത്വത്തിനെ പറ്റി ചോദിച്ചു വരുന്നുണ്ടല്ലോ. ത്രിയേകത്വത്തെക്കുറിച്ച് ഞങ്ങൾക്ക് വിശദീകരിക്കാൻ പറ്റും, കൃത്യമായിട്ട് തന്നെ ഞങ്ങൾ വിശദീകരിച്ച് തരികയും ചെയ്യും. അത് ഞങ്ങൾക്ക് വിഷയമുള്ള കാര്യമൊന്നുമല്ല. പക്ഷെ സമയമെടുക്കും. ഞങ്ങൾ ഈ ത്രിയേകത്വം എന്നുള്ള വിഷയമൊക്കെ ഞങ്ങളുടെ സഭകളിലൊക്കെ പഠിപ്പിക്കുന്നത് 16-18 മണിക്കൂറുള്ള ക്ലാസ്സാണ്. ഒറ്റ ക്ലാസ്സല്ല. ഒരു ക്ലാസ്സിന് 1 മണിക്കൂർ വെച്ച് എടുക്കുകയാണെങ്കിൽ
16 അല്ലെങ്കിൽ 18 ആഴ്ചയൊക്കെ എടുത്തിട്ടാണ് ഞങ്ങളത് വിശദീകരിച്ച് അത് പഠിപ്പിക്കുന്നത്. അങ്ങനെയുള്ള സാധനമൊക്കെ വന്നിട്ട് 10 മിനിറ്റ് 15 മിനിറ്റ് കൊണ്ട് ഞങ്ങൾക്ക് പറയാൻ പറ്റില്ല. അതുകൊണ്ടാണ് പലപ്പോഴും ഞാൻ ഈ വിഷയത്തിൽ മിണ്ടാതിരിക്കുന്നത്. ത്രിയേകത്വത്തെക്കുറിച്ച് ഉള്ള ചർച്ചയൊക്കെ വരുമ്പോൾ ഞാൻ മിണ്ടാതിരിക്കുന്നതിൻ്റെ കാരണം ഇത്രയും വിശദമായിട്ടത് പറയേണ്ടതാണ്. അത്രയും വിശദമായിട്ട് പറയേണ്ട സാധനം എനിക്ക് 10 മിനിറ്റ് കൊണ്ട് പറയാം, അല്ലെങ്കിൽ 15 മിനിറ്റ് കൊണ്ടൊന്നും എനിക്ക് പറഞ്ഞു തീർക്കാൻ പറ്റില്ല. അത് ആ ഒരൊറ്റ കാരണം കൊണ്ടാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് ലോകത്ത് ആർക്കും മനസ്സിലാകുന്നില്ലല്ലോ, മനസ്സിലാകാത്ത കാര്യമാണെന്നൊക്കെ പറഞ്ഞ് പലരും ഒച്ചെടുത്തുകൊണ്ടിരിക്കുമ്പോഴും ക്രിസ്ത്യാനികൾ തലമുറയായിട്ട് വിശ്വസിച്ചിരിക്കുന്നതിൻ്റെ കാരണം എന്താണ്? മനസ്സിലായതുകൊണ്ട് തന്നെയാണ്. തിരുവചനം ഇത് കൃത്യമായി പഠിപ്പിക്കുന്നുണ്ട്. ഞങ്ങളൊക്കെ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഞങ്ങളെ ഇത് പലരും പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. ഞങ്ങളിത് മറ്റു ആൾക്കാരെ പഠിപ്പിക്കുന്നുമുണ്ട്. അതാ ഇനി അവർ വേറെ ആൾക്കാർ അതങ്ങനെ തലമുറയായിട്ട് കൈമാറ്റം ചെയ്യപ്പെട്ടു പോകും. മനസ്സിലാകുന്നില്ല അങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം വെച്ചാൽ നിങ്ങൾ അറ്റവും മുറിയാണ് നോക്കുന്നത്. നിങ്ങൾ 18 മണിക്കൂറൊക്കെ ഉള്ള ഈ ക്ലാസ്സിൽ വന്ന് അറ്റൻഡ് ചെയ്യും. ആ ക്ലാസ്സൊക്കെ അവസാനിക്കുമ്പോൾ നിങ്ങൾ പറയും ശരിയാണ്, ദൈവം ത്രിയേകനാണെന്ന് തന്നെ പറയും. അത് ഞങ്ങൾക്കറിയാം. എന്നാൽ ഈ തൗഹീദിൻ്റെ കാര്യം വരുമ്പോഴോ 1400 കൊല്ലമായിട്ട് മുസ്ലിങ്ങൾക്കിടയിൽ ഇപ്പോഴും തൗഹീദിന് വ്യക്തമായിട്ടുള്ളൊരു ഡെഫിനിഷൻ ഇല്ല. തൗഹീദിൻ്റെ പേരിൽ ഇപ്പോഴും തർക്കമാണ്. തൗഹീദിൻ്റെ കാര്യം പറഞ്ഞ് സുന്നികളും മുജാഹിദുകളും തമ്മിലടി, മുജാഹിദുകൾക്കിടയിലുള്ള അടി വേറെ, അങ്ങോട്ടും ഇങ്ങോട്ടും ശിർക്കാരോപണമാണ് അവർ ചെയ്യുന്നത്. അത് തൗഹീദല്ല, അത് ശിർക്കാണെന്നും പറഞ്ഞുകൊണ്ട് എന്തൊക്കെയാണ് ഞങ്ങൾ കാണാത്തതൊന്നുമല്ല ഇത്, ഞങ്ങൾക്ക് അറിയാത് എന്താണ് തൗഹീദ് എന്നതിനെക്കുറിച്ച്. ഈ 14 നൂറ്റാണ്ടുകളായിട്ടും ഒരു സമവായത്തിലെത്താൻ മുസ്ലിങ്ങൾക്ക് ഇതുവരെ കഴിഞ്ഞിട്ടില്ല. അതിലൊരു പ്രധാന പ്രശ്നമായിട്ട് നിൽക്കുന്ന അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ള ചോദ്യമാണ്. ഇതൊരു ക്രിസ്ത്യാനിയാണ്, ജോൺ ഓഫ് ഡമാസ്കസ് ആണ് ചോദിക്കുന്നത്. അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ? സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ അടുത്ത നിമിഷം അതിനെ സ്രഷ്ടാവിൻ്റെ നിലയിൽ പരിഗണിക്കണം. കാരണം ഈ ലോകത്ത് സൃഷ്ടിയും സ്രഷ്ടാവും മാത്രമേ ഉള്ളൂ, മൂന്നാമതൊന്നുമില്ല. അപ്പോൾ അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയല്ല എന്ന് പറഞ്ഞാൽ പിന്നെ സ്രഷ്ടാവാണ്. സ്രഷ്ടാവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ദൈവമാണ്. അപ്പോൾ അള്ളാഹു ഒരു സ്രഷ്ടാവ്, അള്ളാഹുവിൻ്റെ വചനം വേറൊരു സ്രഷ്ടാവ്. ആഹാ, തൗഹീദ് പൊളിഞ്ഞ. ഇനി അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണെന്ന് പറഞ്ഞാലോ? അപ്പോൾ അതിനേക്കാളും വലിയ പ്രശ്നമാണ്. അള്ളാഹുവിൻ്റെ ദൈവത്തെ അതോറിറ്റി പോയി. കാരണം എന്താണ്? അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അതിനൊരു ആരംഭമുണ്ടല്ലോ, ഒരു ടൈം പീരീഡിലാണ് അത് സൃഷ്ടിക്കപ്പെടുന്നത്. എപ്പോഴാണോ സൃഷ്ടിക്കപ്പെട്ട അപ്പം മുതലാണ് അതിൻ്റെ ആരംഭം. ആ സൃഷ്ടിക്കപ്പെടുന്നതിന് തൊട്ട് മുമ്പേയുള്ള സമയം വരെ അള്ളാഹുവിന് വചനം ഉണ്ടായിരുന്നില്ല. വചിക്കാനുള്ള കഴിവ് അള്ളാഹുവിനില്ല. മിണ്ടാൻ പറ്റില്ല, ഊമയായിരുന്നു. ദൈവം എന്ന് പറഞ്ഞിരിക്കുകയും മിണ്ടാനുള്ള കഴിവില്ലായിരിക്കുകയും ചെയ്യുന്നത് അതെന്തോന്ന് ദൈവം? അപ്പോൾ ഊമനായ അള്ളാഹുവിന് ആര് ദൈവമായിട്ട് അംഗീകരിക്കും? അപ്പോൾ അള്ളാഹുവിൻ്റെ ദൈവത്വം പോവും. സൃഷ്ടിയാണെന്ന് പറഞ്ഞാൽ അല്ലാന്ന് പറഞ്ഞാലും പ്രശ്നമാണ്. ഈ ഒരൊറ്റ ചോദ്യത്തിൻ്റെ പുറത്ത് 3-3.5 നൂറ്റാണ്ട് ഇസ്ലാമിക ലോകത്ത് ധാരാളം തലകൾ ഉരുണ്ടിട്ടുണ്ട്. ധാരാളം തലകൾ. ഞാൻ പറഞ്ഞില്ലേ, ആശയ സംവാദം നടത്തിയിട്ട് കാര്യങ്ങൾക്ക് തീരുമാനം എത്തിക്കലല്ല, ആയുധബലത്തിലാണ് ഇവർ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുന്നത്. ധാരാളം പണ്ഡിതരെ കൊന്നിട്ടുണ്ട്, ധാരാളം പണ്ഡിതരെ ജയിലിലിട്ടിട്ടുണ്ട്, കുറേ ഉണ്ട്. അത് വേറൊരു വിഷയമാണ്. ഈ ഒരൊറ്റ ചോദ്യം ലാസ്റ്റ് എന്നിട്ട് മുസ്ലിങ്ങൾക്ക് മനസ്സിലായി ഇത് നമുക്ക് ഉത്തരം കണ്ടെത്താൻ പറ്റില്ല. അണ്ടിയാണോ മാങ്ങയാണോ മൂത്തതെന്ന് ചോദിക്കുന്ന പോലത്തെ കാര്യമാണ്, അല്ലെങ്കിൽ കോഴിയാണോ മുട്ടയാണോ ആദ്യം ഉണ്ടായെന്ന് ചോദിക്കുന്ന പോലത്തെ പരിപാടിയാണെന്ന് മനസ്സിലായി. അപ്പോൾ അവർ പറഞ്ഞ് ഇതൊക്കെ ഇനി അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ, ചില കാര്യങ്ങൾ അള്ളാഹുവിന് മാത്രമല്ല അറിയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ആ കാറ്റഗറിയിൽ ഇതും പെടുത്താം. അവിടെ ചെല്ലുമ്പോൾ മുകളിൽ ചെല്ലുമ്പോൾ അള്ളാഹു പറഞ്ഞ് തന്നു കഴിഞ്ഞാൽ അപ്പം അറിയാം എന്നും പറഞ്ഞ് ഇവർ രണ്ടു കൂട്ടരും, സൃഷ്ടിയാണെന്ന് പറയുന്ന കൂട്ടരും അല്ല എന്ന് പറയുന്ന കൂട്ടരും ഒരു സമവായത്തിലെത്തി ആ കാര്യം വിട്ടു. ഇപ്പോഴും പക്ഷേ അതിന് ഉത്തരവില്ല, അള്ളാഹുവിൻ്റെ വചനം സൃഷ്ടിയാണോ അല്ലയോ എന്നുള്ളത്. ഇതേപോലെയാണ് തൗഹീദിനെ സംബന്ധിച്ച് അതിൻ്റെ ഓരോരോ കാര്യങ്ങൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവന്മാർക്ക് ഇതുവരെ ഒരു തീരുമാനത്തിലെത്താൻ കഴിഞ്ഞിട്ടില്ല ഇതെന്താണെന്നുള്ളത്. പിന്നെ നിസ്കാരത്തിൻ്റെ കാര്യം അതും ഇങ്ങനെ തന്നെയാണ്. നിസ്കാരം 5 നേരം വേണ്ട 3 നേരം മതിയെന്ന് ചേകന്നൂർ മൗലവി പറഞ്ഞ മാത്രമല്ല, അദ്ദേഹം അത് ഇസ്ലാമിക പ്രമാണങ്ങൾ വെച്ച് തെളിയിക്കുകയും ചെയ്തു. 5 നേരം നിസ്കാരം ഖുർആൻ അനുസരിച്ച് ശരിയല്ല, ഖുർആനിൽ 3 നേരമേ ഉള്ളൂ. ഇതിനെ ഖണ്ഡിക്കാൻ വേറെ ആർക്കും പറ്റിയുമില്ല. ഈ കേരളത്തിലത്തെ അല്ലാട്ട് ഇത് ഞാനീ പറയുന്നത്. ചേകന്നൂർ മൗലവി ഇത് ഗൾഫിൽ പോയിട്ടാണ് ഇത് സ്ഥാപിച്ചത്. അവിടെയുള്ള പണ്ഡിതന്മാർ, ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്നുള്ള പണ്ഡിതന്മാരൊക്കെ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ മുമ്പാകെയാണ് അദ്ദേഹം ഇത് സ്ഥാപിച്ചത്. അവർക്ക് ആർക്കും അത് ഖണ്ഡിക്കാൻ പറ്റിയില്ല. എന്തുണ്ടായി? ചേകന്നൂർ മൗലവിനെ കേരളത്തിലെ സുന്നികൾ ശവം പോലും കിട്ടാത്ത വിധത്തിൽ കൊന്നു കളഞ്ഞു. ഇപ്പോഴും ശവം കിട്ടിയിട്ടില്ല. അപ്പം ഇങ്ങനെയാണ് മുസ്ലിങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം പരിഹരിക്കുന്നത്. ഇങ്ങനെയാണ്. അതുകൊണ്ട് ക്രിസ്ത്യാനികൾ ആശയ സംവാദത്തിലൂടെ അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിച്ചോളാം എന്ന് പറയുമ്പോൾ ഇവർക്ക് പരിഹാസം തോന്നും. ആ പരിഹാസം അവർ ഈ വീഡിയോയുടെ കീഴിലും കമൻറ്റുകളായി ഇടും. നിങ്ങൾ നോക്കിക്കോ, ഇടും. മദ്രസ പൊട്ടന്മാരല്ലേ, ഞാൻ ഇത്രയൊക്കെ പറഞ്ഞാലും ശരി അവന്മാരിടും. ഇട്ടില്ലെങ്കിൽ അവർക്കൊരു മനസ്സമാനം കിട്ടുകയില്ല. അപ്പോൾ പറഞ്ഞു വന്നത്, ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലുമായുള്ള ഉപദേശപരമായ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ ജിഹാദികളിൽ നിന്ന് ഭീഷണി നേരിടുന്ന ബ്രദർ സെബാസ്റ്റ്യൻ പുന്നക്കലിനും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിനും സത്യത്തിൻ്റെ പോരാളികൾ ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്നു. എല്ലാവിധത്തിലുള്ള പിന്തുണയും ഞങ്ങൾ അറിയിക്കുകയും ചെയ്യുന്നു.
സെബാസ്റ്റ്യൻ ബ്രദർ ഇസ്ലാമിനെ തുറന്നു കാണിക്കുന്നത് കാണുമ്പോൾ ഏതെങ്കിലും മുസ്ലിമിന് ചങ്ക് പൊട്ടുന്നുണ്ടെങ്കിൽ അവരറിയണം അതിൻ്റെ ഉത്തരവാദികൾ എം അക്ബറിനെയും മുഹമ്മദ് ഈസയെയും പോലെയുള്ള ഇസ്ലാമിക ദാവാക്കാരാണ് എന്നുള്ള സത്യം. അവരാണ്. ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്ക് ലോകത്തിനോട് പറയാനൊരു സന്ദേശമുണ്ട്, സുവിശേഷം എന്ന് പറയുന്ന സന്ദേശം. ഞങ്ങളത് ലോകത്തോട് പറയുന്നു. ഇത് സത്യമാണെന്ന് ബോധ്യപ്പെട്ട് അംഗീകരിക്കാൻ മനസ്സുള്ളവന് വിശ്വസിച്ച് ക്രിസ്തുവിലേക്ക് വരാം. പിന്നെ ഞങ്ങളുടെ സഭയ്ക്കകത്തുള്ളവരെ ഞങ്ങൾ പഠിപ്പിക്കുന്നു. ഇങ്ങനെയാണ് ക്രിസ്ത്യാനികളോട് മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കത്തോലിക്കരെ സംബന്ധിച്ചിടത്തോളം അവരുടെ ആ കമ്മ്യൂണിറ്റി അല്ലാതെ അതിൻ്റെ പുറത്തേക്കൊന്നും നോക്കിയിരുന്നതേ ഇല്ല. ബാക്കി പിന്നെ പ്രൊട്ടസ്റ്റന്റ് വിഭാഗക്കാരാണ് സുവിശേഷമായിട്ട് പുറത്തേക്ക് പോയിരുന്നത്. ഏതായാലും ഇത്രയും ഉണ്ടായിരുന്നുള്ളൂ. അല്ലാണ്ട് വേറെ ആരെയും ചൊറിയാനോ മാന്താനോ ഒന്നും ആരും പോയിരുന്നില്ല ഇവിടെയുള്ള ക്രിസ്ത്യാനികളൊന്നും. അങ്ങനെ ക്രൈസ്തവരായ ഞങ്ങളുടെ പക്ഷത്തു നിന്ന് യാതൊരു പ്രകോപനവും ഇല്ലാതിരിക്കുന്ന ഈ സമയത്താണ് എം അക്ബർ എന്ന പരമത നിന്ദകൻ ക്രിസ്ത്യാനിറ്റിയെയും ക്രൈസ്തവ വിശ്വാസത്തെയും ബൈബിളിനെയും യേശുക്രിസ്തുവിനെയും ഒക്കെ ആക്ഷേപിച്ചുകൊണ്ട് ഇസ്ലാം മഹത്തരമാണെന്നും പറഞ്ഞ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം പ്രോഗ്രാമുകൾ നടത്തിയത്. ഇന്ന് എം അക്ബറിന് കോടികളുടെ ആസ്തിയുണ്ട്. കേരളത്തിലും മംഗലാപുരത്തുമൊക്കെയായി പല സ്ഥാപനങ്ങളും അദ്ദേഹത്തിനുണ്ട്. ആദ്യകാലത്ത് കേരളത്തിൽ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ സജീവ പ്രവർത്തകരായിരുന്നവർ ഉപജീവനത്തിന് വേണ്ടി ഗൾഫിലേക്ക് ജോലിക്ക് പോയപ്പോൾ അവിടെയും നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓരോരോ യൂണിറ്റുകൾ അവർ തുടങ്ങിയിരുന്നു. അക്ബർ കേരളത്തിൽ സ്നേഹസംവാദം എന്ന പേരിൽ ഓരോ പ്രോഗ്രാമും നടത്തുമ്പോഴും ഗൾഫ് രാജ്യങ്ങളിലുള്ള നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ ഓരോ യൂണിറ്റും ഈ പ്രോഗ്രാം നടത്തിപ്പിന് വേണ്ടി ലക്ഷങ്ങളാണ് അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. സാക്ഷിയും പ്രോഗ്രാമുകളൊക്കെ ചെയ്യുന്നതാണ്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കാശെടുത്തിട്ടാണ് ഞങ്ങൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത്. ഞങ്ങൾക്കറിയാം ഓരോ പ്രോഗ്രാമിനും വേണ്ടി വരുന്ന ചിലവ് എത്രയാണെന്നുള്ളത് കൃത്യമായിട്ട് അറിയാം. ഒരൊറ്റ യൂണിറ്റ്, ഗൾഫിലുള്ള ഒരൊറ്റ യൂണിറ്റ് മാത്രം അക്ബറിന് അയച്ചു കൊടുക്കുന്ന ആ പണം ഉണ്ടല്ലോ, ആ പണം ഉണ്ടെങ്കിൽ 4 പ്രോഗ്രാം അക്ബറിന് ഈസി ആയിട്ട് ചെയ്യാം, ഒരൊറ്റ യൂണിറ്റ് അയക്കുന്നത്. പക്ഷെ ഒരു പ്രോഗ്രാമിന് വേണ്ടി തന്നെ അക്ബറിന് പല യൂണിറ്റുകളിൽ നിന്നാണ് ലക്ഷങ്ങൾ അയച്ചു കൊടുത്തുകൊണ്ടിരുന്നത്. ആ പ്രോഗ്രാമിൻ്റെ ചെലവിന് വേണ്ടുന്ന പണം കഴിഞ്ഞ് ബാക്കിയുള്ള പൈസയൊക്കെ ഇവരുടെ പോക്കറ്റിലേക്കാണ് പോകുന്നത്. അനന്തരഫലമാണ് കോടികളുടെ ആസ്തി അക്ബറിന് ഉണ്ടായത്. പൊരുവേലത്ത് കഷ്ടപ്പെട്ട് ചോര നീരാക്കി ഉണ്ടാക്കിയ പണം, സ്വന്തം കുടുംബത്തിലുള്ളവർക്ക് പ്രയോജനപ്പെടേണ്ട പണം, പിൽക്കാലത്ത് കേരളത്തിൽ മതവിദ്വേഷം വളർത്താൻ കാരണമായി തീർന്ന സ്നേഹസംവാദം എന്നുള്ള ആ പ്രോഗ്രാമുകൾക്ക് വേണ്ടി ഇവരൊക്കെ അയച്ചു കൊടുക്കുകയായിരുന്നു. ഗൾഫിൽ പോയി ഉണ്ടായിരുന്ന ഈ നിച്ച് ഓഫ് ട്രൂത്തിൻ്റെ മുസ്ലിങ്ങൾ അവരിങ്ങനെ അയച്ചു കൊടുക്കുകയാണ്. എന്നിട്ട് ഈ പ്രോഗ്രാമൊക്കെ കഴിയുമ്പോൾ എന്ത് ചെയ്യും, ഇതിൻ്റെ CD ഒക്കെ എടുത്ത് ഗൾഫിൽ ജോലി ചെയ്യുന്ന ഹിന്ദുക്കളും ക്രിസ്ത്യാനികളുമായ സ്നേഹിതർക്ക് കൊടുത്ത് അവരുടെ വിശ്വാസം അബദ്ധജടിലമാണ്, ഇസ്ലാമാണ് ശ്രേഷ്ഠം എന്നൊക്കെ പറഞ്ഞ് അവരവിടെ മേനിനടിക്കുകയും ചെയ്തിരുന്നു. ഗൾഫിലായിരുന്നതുകൊണ്ട് ഈ ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും തിരിച്ച് പ്രതികരിക്കാൻ നിർവാഹമില്ലാതെ ഇതൊക്കെ സഹിക്കേണ്ടിയും വന്നിരുന്നു. ഓരോ പ്രോഗ്രാം കഴിയുമ്പോഴും അക്ബറിൻ്റെ ബാങ്ക് ബാലൻസ് ഇങ്ങനെ അങ്ങ് റോക്കറ്റ് പോകുന്ന പോലെ അങ്ങ് മേലോട്ട് കയറിക്കൊണ്ടിരിക്കുകയും ചെയ്തിരുന്നു. ഇതൊക്കെയാണ് സംഭവിച്ചത്. അക്ബർ ഇങ്ങനെ കാശുണ്ടാക്കുന്നത് കണ്ടപ്പോഴാണ് മുഹമ്മദ് ഈസയും സെയ്ദ് ബിൻ ജോർജും ഒക്കെ ദാവാ പ്രവർത്തനവുമായിട്ട് ഇറങ്ങുന്നത്. വിദേശത്തു നിന്ന് വരുന്ന ഫണ്ട് വീതം വയ്ക്കുന്നതിലുള്ള തർക്കം കാരണം പിൽക്കാലത്ത് നിച്ച് ഓഫ് ട്രൂത്ത് അടിച്ചു പിരിഞ്ഞ് പല കഷ്ണങ്ങളായി. പക്ഷെ അപ്പോഴേക്കും കേരള സമൂഹത്തോട് ചെയ്യാൻ പറ്റുന്ന എല്ലാ ദ്രോഹവും അവർ ചെയ്തിരുന്നു. അതിൻ്റെ അനന്തരഫലമാണ് ഇന്ന് മുസ്ലിങ്ങൾ സോഷ്യൽ മീഡിയയിൽ അനുഭവിക്കുന്നത്. കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ നിരീശ്വരവാദികളെ ഉൽപ്പാദിപ്പിച്ചു കൊണ്ടിരിക്കുന്ന സമുദായം എന്ന ഖ്യാതി അത് ഇസ്ലാം മതത്തിനാണ്. ഒരു കാലത്ത് എം അക്ബറിൻ്റെ കട്ട അനുയായികളായിട്ട് നിന്നിരുന്ന പലരും പിൽക്കാലത്ത് നിരീശ്വരവാദികളായി മാറി ഇസ്ലാമിനെ കാലേ വാരി നിലത്തടിക്കുന്ന കാഴ്ച സോഷ്യൽ മീഡിയയിൽ നിന്ന് സർവ്വസാധാരണമാണത്. കാശുണ്ടാക്കാൻ വേണ്ടി എം അക്ബറും ടീമും പരമത നിന്ദയുമായി രംഗത്തിറങ്ങിയപ്പോൾ തന്നെ മുസ്ലിങ്ങൾ അത് തടഞ്ഞിരുന്നെങ്കിൽ ഇന്ന് സോഷ്യൽ മീഡിയയിൽ കിടന്ന് കേരളീയ മുസ്ലിങ്ങൾ ഇതുപോലെ ചക്രശ്വാസം വലിക്കേണ്ട ആവശ്യം വരില്ലായിരുന്നു. ഒരു മുസ്ലിം നേതാവും ഒരൊറ്റ ഇസ്ലാമിക സംഘടനയും ഇക്കാര്യത്തിൽ അക്ബറിനെ തടയാൻ വന്നില്ല. സുന്നി മുജാഹിദ് തർക്കത്തിൽ എം അക്ബറിനെതിരെ പ്രസംഗ പരമ്പരകൾ നടത്തിയിരുന്ന സുന്നി പണ്ഡിതർ പോലും ഈ വിഷയത്തിൽ, അതായത് അന്യമതങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് അക്ബർ നടത്തുന്ന സ്നേഹസംവാദം എന്ന വൃത്തികെട്ട പരിപാടിക്കെതിരെ ഒരൊറ്റ സുന്നി പണ്ഡിതൻ പോലും ആദ്യകാലത്ത് ഒന്നും പറഞ്ഞില്ല. പിന്നീട് സാക്ഷി അപ്പോളജറ്റിക്സ് നെറ്റ്വർക്ക് അക്ബറിനെതിരെ ഖണ്ഡന പ്രസംഗങ്ങൾ പലയിടത്തും നടത്താൻ തുടങ്ങിയതോടെയാണ് അപകടം മനസ്സിലാക്കിയ സുന്നി പണ്ഡിതർ ഈ വിഷയത്തിൽ അക്ബറിനെതിരെ എന്തെങ്കിലും പറയാൻ തുടങ്ങുന്നത് തന്നെ. അക്ബർ ഇങ്ങനെ ചെയ്യുന്നത് ശരിയല്ല, ഇതിലൂടെ മതസൗഹാർദ്ദം തകർക്കുമെന്നൊക്കെ അവർ പറഞ്ഞ ക്ലിപ്പുകളുണ്ട്. ഇപ്പോൾ പല സുന്നികളും കൊണ്ടുവരാറുണ്ട്. അതൊക്കെ നിങ്ങളെന്തിനാണ് ഖുർആനെയും ഹദീസുകളെയും ഇങ്ങനെയൊക്കെ പറയുന്നത്? അക്ബർ എന്തെങ്കിലും പറഞ്ഞാൽ അക്ബറിനെതിരെ അല്ലേ പറയേണ്ടത് എന്നൊക്കെ ചോദിച്ചിട്ട്. അക്ബർ ഞങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവരല്ല പറഞ്ഞത്. അക്ബർ ഞങ്ങളുടെ കുടുംബത്തിലിരിക്കുന്നവരാണ് പറഞ്ഞിരുന്നെങ്കിൽ ആ വിധത്തിൽ തന്നെ ഞങ്ങൾക്ക് പറയാമായിരുന്നു. പക്ഷെ അക്ബർ പറഞ്ഞത് ഞങ്ങളുടെ പ്രമാണങ്ങളെയാണ്. അപ്പോൾ അതിന് മറുപടി പറഞ്ഞായിട്ട് തിരിച്ച് അക്ബറിൻ്റെ പ്രമാണങ്ങളെയാണ് ഞങ്ങൾ ചോദ്യം ചെയ്യുന്നത്. അക്ബറിൻ്റെ പ്രമാണങ്ങൾ തന്നെ നിങ്ങളുടെ പ്രമാണം ആയതുകൊണ്ടാണ് നിങ്ങളുടെ പ്രശ്നം. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണമായിരുന്നു? അക്ബറിനെ തടയണമായിരുന്നു. ഇത് ആദ്യമേ തടഞ്ഞില്ല. ഞങ്ങൾ മറുപടി പറയാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ്
ഇത് ഇസ്ലാം എക്സ്പോസ് ചെയ്യപ്പെടുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴാണ് സുന്നി പണ്ഡിതന്മാർ വന്ന് തടയാൻ നോക്കുന്നത്. പക്ഷേ കാര്യമൊന്നും ഉണ്ടായില്ല. അപ്പോഴേക്കും സംഗതിയൊക്കെ കൈവിട്ട് പോയിരുന്നു. മാത്രമല്ല സോഷ്യൽ മീഡിയ ആണെങ്കിൽ ആക്റ്റീവ് ആകാനും തുടങ്ങി. പിന്നെ കൂടുതലൊന്നും പറയേണ്ട കാര്യമില്ല, കഥ കഴിഞ്ഞു. ഒറ്റ വാചകത്തിൽ പറഞ്ഞ കഥ കഴിഞ്ഞു. സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എന്താണ്ടായെന്ന് അറിയാമോ? രസമാണ് സംഭവങ്ങളൊക്കെ. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിൻ്റെ സംരക്ഷകരായി അവതരിക്കുന്ന പണ്ഡിതന്മാരുണ്ടല്ലോ, ഇവന്മാർക്ക് ആർക്കും, ഈ പണ്ഡിതന്മാരാകട്ടെ അല്ലെങ്കിൽ ഈ പണ്ഡിതന്മാർ പറയുന്ന കാര്യങ്ങൾ എല്ലായിടത്തും കൊണ്ട് ഒട്ടിച്ച് നടക്കുന്ന കോപ്പി പേസ്റ്റ് തൊഴിലാളികളാകട്ടെ, ഇവർക്ക് ആർക്കും ഇസ്ലാമിനെ കുറിച്ച് യാതൊരു അറിവുമില്ല. സത്യം പറയും, ഇവന്മാർക്കൊന്നും ABCD അറിഞ്ഞൂടാ ഇസ്ലാമിനെ കുറിച്ച്. അതുകൊണ്ട് ഇവർ സ്ഥിരം പറഞ്ഞിരുന്ന ഒരു ഡയലോഗ് ഉണ്ടായിരുന്നു. എന്താണെന്നറിയോ? പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ, പഠിച്ചിട്ട് വിമർശിക്കൂ സുഹൃത്തെ എന്ന ക്ലാസിക്കൽ ഡയലോഗ്. സത്യം പറഞ്ഞാൽ ഇസ്ലാമിനെ കുറിച്ചോ ഖുർആനെ കുറിച്ചോ ഹദീസുകളെ കുറിച്ചോ അല്പമെങ്കിലും അറിവുള്ള ഒരാളും ഒരിക്കലും പറയാൻ പാടില്ലാത്ത വാചകമാണത്. കാരണം മുസ്ലിങ്ങൾ ഖുർആനും ഹദീസുകളും പഠിച്ചു കഴിഞ്ഞാൽ മുസ്ലിങ്ങൾക്ക് പിന്നെ നിലത്ത് നിൽക്കാൻ സമയം ഉണ്ടാവില്ല. ഫുൾ ടൈം എയറിലായിരിക്കും. അമ്മാതിരി സംഗതികളാണ് അതിനകത്തുള്ളത്. അത് ഇവർക്ക് അറിഞ്ഞൂടാ. ഇവരിത് വായിച്ചിട്ടില്ല, പഠിച്ചിട്ടില്ല. അതുകൊണ്ടാണ് പറഞ്ഞത് പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന്. പക്ഷെ ഇവരുടെ പ്രവാചകൻ മുഹമ്മദ് ഉണ്ടായിരുന്നല്ലോ. മുഹമ്മദിന് കൃത്യമായിട്ട് അറിയാമായിരുന്നു ഇതിൻ്റെ ഉള്ളടക്കം വെറും പൊള്ളയാണ്, ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ വെറും പൊള്ളയാണ്. ഇത് പുറം ലോകമൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ, മറ്റു മനുഷ്യർ വായിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇതിൻ്റെ പൊള്ളത്തരം മനസ്സിലാകും എന്നുള്ള കാര്യം. അതുകൊണ്ട് മുഹമ്മദ് എന്താ പറഞ്ഞതെന്ന് അറിയാമോ? ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ ഇടയാകരുതെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ കിട്ടാൻ ഇടയാകരുത്. അവരത് പഠിച്ചു കഴിഞ്ഞാൽ അത് വെച്ച് നിങ്ങളുമായി തർക്കിക്കാൻ വരുമെന്നാണ് മുഹമ്മദ് പറഞ്ഞത്. അങ്ങനെ തർക്കിക്കാൻ വന്നാൽ മുസ്ലിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. മരുഭൂമി വഴി, അറേബ്യയിൽ കണ്ടില്ലല്ലോ, ഇപ്പം മരുഭൂമി വഴി ഓടേണ്ടി വരുമെന്ന് മുഹമ്മദിന് അറിയാമായിരുന്നു. ഞാനിത് ചുമ്മാ പറയുന്നതൊന്നുമല്ല, ഹദീസുകളുണ്ട്, ഞാൻ വായിക്കാം. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1245. ഇബ്നു ഉമർ പറയുന്നു, ശത്രുദേശത്തേക്ക് ഖുർആനും കൊണ്ട് യാത്ര ചെയ്യുന്നത് തിരുമേനി വിരോധിച്ചിരിക്കുന്നു. സ്വഹീഹുൽ ബുഖാരി അധ്യായം 58 ഹദീസ് നമ്പർ 1245. ഇതേ ഹദീസ് സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 92 കൊടുത്തിട്ടുണ്ട്. ഇവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ശത്രുദേശത്തേക്ക് ഖുർആനുമായി യാത്ര ചെയ്യുന്നത് മുഹമ്മദ് വിരോധിച്ചിരിക്കുകയാണ് എന്ന്. ശത്രുദേശത്തേക്ക് ഖുർആനും കൊണ്ട് പോകരുത്, ശത്രുക്കളുടെ കയ്യിൽ ഖുർആൻ കിട്ടാനിടയാകരുത്. ഇന്നത്തെ മുസ്ലിങ്ങൾ പറയുന്നത് പോലെ ആശയ സംവാദത്തിലൂടെയല്ല ഇസ്ലാം മതം ആദ്യകാലത്ത് ലോകത്തിൽ പ്രചരിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കാൻ ഈ ഹദീസ് നമ്മളെ സഹായിക്കുന്നുണ്ട്. ആശയ സംവാദം നടക്കണമെന്നുണ്ടെങ്കിൽ പുസ്തകം എതിരാളിയുടെ കയ്യിൽ കിട്ടണം. അത് വായിച്ച് മനസ്സിലാക്കി അതിനകത്തുള്ള ആശയം എന്താണെന്ന് പിടികിട്ടിയെങ്കിൽ മാത്രമേ, അല്ലെങ്കിൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് ഗ്രഹിച്ച് അറിഞ്ഞെങ്കിൽ മാത്രമേ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആശയ സംവാദം നടത്താൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ ആ വാതിൽ മുഹമ്മദ് അടച്ചു കളയാണ്, അതങ്ങ് അടച്ചു കളയാണ്. ഖുർആൻ ഒരിക്കലും ശത്രുക്കളുടെ കൈവശം എത്തപ്പെടരുത്. അതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ശത്രുക്കൾ ഒരിക്കലും അറിയാൻ ഇടയാകുകയും ചെയ്യരുത്. ആ ഒരു സ്ഥിതിയിൽ എങ്ങനെയാണ് ഇവരുമായിട്ട് ആശയ സംവാദം നടത്താൻ പറ്റുക മുസ്ലിങ്ങളുമായിട്ട്? അപ്പോൾ ആദ്യകാല മുസ്ലിങ്ങളെല്ലാം ഇത് കൃത്യമായിട്ട് പാലിച്ചിരുന്നു. മുഹമ്മദ് പറഞ്ഞിരുന്ന ഈ കാര്യം കൃത്യമായിട്ട് അവർ പാലിച്ചു. അവർ ഓരോ പ്രദേശങ്ങളെയും ആക്രമിച്ച് കീഴടക്കി അവിടെയുള്ള ആളുകളുടെ കഴുത്തിൽ വാള് വെച്ച് അവരെ മതം മാറ്റി മുസ്ലിങ്ങളാക്കിയതിന് ശേഷമാണ് അവർക്ക് ഖുർആൻ പഠിപ്പിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനു മുമ്പല്ല. ക്രൈസ്തവരായ ഞങ്ങൾ സുവിശേഷം പറയാൻ പോകുന്ന സമയത്ത് സുവിശേഷം പറയും. അതുമാത്രമല്ല, സുവിശേഷം പറയുന്ന സമയത്ത് അവർക്കുണ്ടാകുന്ന ബൈബിളിലെ പല കാര്യങ്ങളെക്കുറിച്ച് അവർ ഞങ്ങളോട് ചോദിക്കുന്ന കാര്യങ്ങൾക്ക് ഞങ്ങൾ കൃത്യമായ മറുപടിയും പറയും. ഇങ്ങനെയൊക്കെ മറുപടി പറഞ്ഞ് അവരെ കൺവിൻസ് ആക്കിയതിന് ശേഷമാണ് അവർ യേശുക്രിസ്തുവിനെ സ്വീകരിക്കുന്നതും ഞങ്ങളോടുകൂടെ ചേരുന്നതും. കൃത്യമായിട്ട് ആശയ സംവാദം തന്നെയാണ് ഞങ്ങൾ നടത്തുന്നത്. സുവിശേഷം പറയാൻ പോകുന്ന ഏതൊരു വ്യക്തിയും ആശയ സംവാദം തന്നെയാണ് നടത്തുന്നത്. പക്ഷേ ഇവരങ്ങനെയല്ല. ആദ്യം തന്നെ കഴുത്തിൽ വാൾ വെച്ച് മതം മാറ്റിയായിരുന്നു. അങ്ങനെ മതം മാറ്റി കഴിഞ്ഞതിന് ശേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ ഖുർആൻ പഠിപ്പിക്കാൻ ആൾക്കാരെ വിടുന്നത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ തിരിച്ച് ചോദ്യമില്ല. അള്ളാഹുവും റസൂലും എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക എന്നാണ് ഇവരുടെ പ്രമാണം. ആ പ്രമാണം ആദ്യം തന്നെ അവരെ പഠിപ്പിച്ചതിന് ശേഷമാണ് പിന്നെ ഈ ഖുർആൻ പഠിപ്പിക്കുന്നത്. ഖുർആൻ പഠിപ്പിക്കുന്നതിൻ്റെ പൊട്ടത്തരങ്ങൾ എന്തായാലും മണ്ടത്തരങ്ങൾ എന്തൊക്കെയായാലും അവനത് കണ്ണു അടച്ച് വിശ്വസിക്കേണ്ടി വരികയാണ്. അവൻ തൊണ്ട അത് വിഴുങ്ങേണ്ടി വരികയാണ്. അതാണ് സംഭവിച്ചത്. ഇനി വേറൊരു ഹദീസുണ്ട്, അതും കൂടി ആകുമ്പോഴേ ഇത് ക്ലിയർ ആവുള്ളൂ. ഞാനിപ്പോൾ ആദ്യത്തെ ചെറിയൊരു ഇത് പറഞ്ഞതേ ഉള്ളൂ. രണ്ടാമത്തെ ഈ കാര്യം നോക്ക്. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 94 ഇങ്ങനെയാണ്: നിങ്ങൾ ഖുർആനുമായി യാത്ര ചെയ്യരുത്, ശത്രു അത് കൈക്കലാക്കുന്നതിനെ കുറിച്ച് ഞാൻ നിർഭയനല്ല. അബു അയ്യൂബ് പറഞ്ഞു, ശത്രു അത് കൈവശപ്പെടുത്തി അതുമായി നിങ്ങളോട് തർക്കിക്കും. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 33 ഹദീസ് നമ്പർ 94. ഇവിടെ മുഹമ്മദ് പറയുന്നത് കേട്ടോ, ശത്രുക്കൾ ഖുർആൻ കൈക്കലാക്കുന്നതിനെ കുറിച്ച് ഞാൻ നിർഭയനല്ല. എന്ന് വെച്ചാൽ ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുന്നത്, അല്ലെങ്കിൽ ശത്രുക്കൾ ഖുർആൻ കൈക്കലാക്കുന്നതിനെ കുറിച്ച് ഞാൻ ഭയപ്പെടുന്നു.
ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുന്നതിൽ എനിക്ക് പേടിയുണ്ടെന്നാണ് മുഹമ്മദ് പറയുന്നത്. എന്താണ് ആ പേടിക്ക് കാരണം? ആ പേടിക്ക് കാരണമാണ് അബു അയ്യൂബ് പറഞ്ഞത്. ശത്രു അത് കൈവശപ്പെടുത്തി അതുമായി നിങ്ങളോട് തർക്കിക്കും. അതായത് ഖുർആൻ ശത്രുക്കളുടെ കയ്യിലെത്തിയാൽ അവരത് വായിച്ച് പഠിച്ച് അതിലുള്ള കാര്യം വെച്ച് മുസ്ലിങ്ങളോട് തർക്കിക്കും. പിന്നെ മുസ്ലിങ്ങൾ ജീവനം കൊണ്ട് അവിടെ നിന്ന് ഓടേണ്ടി വരും. പിടിച്ചു നിൽക്കാൻ പറ്റുകയില്ല. ഇതിനകത്തുള്ള പൊട്ടത്തരങ്ങൾ ഓരോന്ന് ഇങ്ങനെ എടുത്തിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ജീവനം കൊണ്ട് ഓടേണ്ടി വരും. സോഷ്യൽ മീഡിയയിൽ നമ്മളിപ്പോൾ കാണുന്നുണ്ടല്ലോ, ജീവനം കൊണ്ട് പായുന്നത് ഓരോരുത്തർ. വ്യാഖ്യാന ഫാക്ടറി തുറന്ന് പല വിധത്തിൽ ഇന്ന് വരെയുള്ള ഒരു ഇസ്ലാമിക പണ്ഡിതന് സ്വപ്നം കാണാത്ത വിധത്തിലുള്ള വ്യാഖ്യാനങ്ങളൊക്കെയാണ് കൊണ്ടുവരുന്നത്. ഇസ്ലാമിൻ്റെ ഈ ഹെർമനോട്ടിക്സ് ഉണ്ടല്ലോ, അവരുടെ വ്യാഖ്യാന ശാസ്ത്രം, അതിന് ചില നിയമങ്ങളുണ്ട്. ആ നിയമങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്ന്, മുൻപുണ്ടായിരുന്ന പണ്ഡിതന്മാർ പറയാത്തതായ കാര്യം അല്ലെങ്കിൽ അവർ പറഞ്ഞതിനെതിരായിട്ടുള്ളൊരു കാര്യം ഒരിക്കലും കൊണ്ടുവരാൻ പാടില്ല. ഇന്നുള്ള ഏതൊരുത്തും വ്യാഖ്യാനിക്കുകയാണെങ്കിലും ഖുർആനോ അല്ലെങ്കിൽ വേറെ എന്തോ ഇസ്ലാമിക പ്രമാണം എന്ത് വ്യാഖ്യാനിച്ചാലും മുൻപുള്ള ഏതെങ്കിലും ഒരു പണ്ഡിതൻ അംഗീകരിച്ച വ്യാഖ്യാനമായിരിക്കണം. അവർക്ക് ആർക്കും അറിയാത്ത പുതിയൊരു വ്യാഖ്യാനം കൊണ്ടുവരരുത് എന്നുള്ളത് ഇവരുടെ ഹെർമനോട്ടിക്സ് ആണ്, ഇവരുടെ വ്യാഖ്യാന ശാസ്ത്രത്തിലൊരു നിയമമാണ്. ആ നിയമമൊക്കെ ലംഘിച്ചുകൊണ്ടാണ് ഇവർ കൊണ്ടുവരുന്നത്. ഇപ്പോൾ കണ്ടില്ലേ, അക്ബർ ആഴക്കടലിൽ ഇരുട്ടും കൊണ്ടുവന്നതൊക്കെ മുൻപുള്ള ഒരു പണ്ഡിതനും വ്യാഖ്യാനിക്കാത്ത പുത്തൻ വ്യാഖ്യാനമാണ് ഇതൊക്കെ. പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല, അതാണ് അവസ്ഥ. ഖുർആൻ വായിച്ച് മനസ്സിലാക്കിയ ഒരാൾ അതിലെ മണ്ടത്തരങ്ങളെയും വിവരക്കേടുകളെയും ക്രൂരതകളെയും കുറിച്ച് ചോദിക്കാൻ തുടങ്ങിയാൽ ആ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഖുർആനിന് പിടിച്ചു നിൽക്കാൻ പറ്റില്ലെന്നുള്ള കാര്യം ചിന്താശേഷിയില്ലാത്ത കാട്ടറബികളെ പറഞ്ഞു പറ്റിച്ചതുപോലെ അറേബ്യയ്ക്ക് പുറത്തുള്ള പരിഷ്കൃത മനുഷ്യരെ, ചിന്താശേഷിയുള്ള പരിഷ്കൃത മനുഷ്യരെ പറഞ്ഞു വഞ്ചിക്കാൻ കഴിയില്ലെന്നുള്ള കാര്യം മുഹമ്മദ് നല്ലവണ്ണം മനസ്സിലാക്കിയിരുന്നു എന്നതിന് ഈ ഹദീസുകൾ നല്ല ഒന്നാന്തരം തെളിവാണ്. മുഹമ്മദ് അത് കൃത്യമായിട്ട് മനസ്സിലാക്കിയിരുന്നു. സോഷ്യൽ മീഡിയയിൽ ഇസ്ലാമിന് വേണ്ടി പൊരുതാൻ നടക്കുന്ന മുസ്ലിങ്ങൾ ഹദീസുകളെന്ന് കേട്ടിട്ടുള്ളതല്ലാതെ അതൊന്നും കണ്ടിട്ടുള്ളവർ പോലും അല്ല, പിന്നെയല്ലേ അത് വായിച്ചു നോക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉള്ളടക്കം എന്താണെന്ന് ഇവർക്കൊരു ധാരണയില്ലാത്തതുകൊണ്ടാണ് ഇവർ അമുസ്ലിങ്ങളോട് പറഞ്ഞത് ഖുർആൻ ഹദീസുകൾ പഠിച്ചിട്ട് വിമർശിക്കൂ എന്ന്. അത് കേട്ട ആളുകൾ പഠിച്ചിട്ട് വിമർശിക്കാൻ വന്നതോടെയാണ് ഇവരിപ്പോൾ ആയുധമെടുത്ത് അവരെ നിശബ്ദരാക്കാൻ നോക്കുന്നത്, വെട്ടിക്കൊല്ലാൻ നോക്കുന്നതേ. മുസ്ലിങ്ങളെപ്പോലെ ആശയപ്പാപ്പരത്വമുള്ള ഒരു ജനത ലോകത്ത് വേറെ ഇല്ല എന്നുള്ളതാണ് സത്യം. പറയുന്നത് കൊണ്ട് എൻ്റെ മുസ്ലിം സുഹൃത്തുക്കളൊന്നും വിഷമിച്ചിട്ട് കാര്യമില്ല. സത്യമാണ് ഞാൻ ഈ പറയുന്നത്. അത് നിങ്ങളുടെ കുഴപ്പമല്ല, നിങ്ങൾ പിന്തുടരുന്ന ഗ്രന്ഥങ്ങളുടെ കുഴപ്പമാണ്. നിങ്ങൾ പിന്തുടരുന്ന പുസ്തകങ്ങളുണ്ടല്ലോ, അതിൻ്റെ കുഴപ്പമാണ്, കിതാബുകളുടെ പ്രശ്നമാണ്. മുഹമ്മദിൻ്റെ കാലം മുതലേ ഈ ആശയപ്പാപ്പരത്വം മുസ്ലിങ്ങൾക്കുണ്ടായിരുന്നു. ഞാൻ ചില ചരിത്ര സംഭവങ്ങൾ ഞാൻ വിവരിച്ചു തരാം. ഇസ്ലാമിക ഗ്രന്ഥങ്ങളിലുള്ള കാര്യങ്ങളാണ്. ബദർ യുദ്ധത്തിൽ മക്കയിലുള്ള അറബികൾ മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ടതറിഞ്ഞപ്പോൾ മുഹമ്മദിനെതിരെ ആക്ഷേപഹാസ്യം നിറഞ്ഞ കവിതകൾ എഴുതിയ ഒരു പടുവൃദ്ധനായ ഒരു മനുഷ്യനുണ്ടായിരുന്നു. ചില റിപ്പോർട്ടുകൾ അനുസരിച്ച് അദ്ദേഹത്തിന് 120 വയസ്സാണ്, ചില റിപ്പോർട്ടുകളിൽ 115, അങ്ങനെ പല വിധത്തിലാണ്. എന്തായാലും നമുക്ക് 110 വയസ്സിന് മുകളിൽ പ്രായം കൊടുക്കാം എങ്ങനെ ആയാലും. അങ്ങനെയുള്ള അബു അഫാഖ് എന്ന് പറയുന്ന ഒരു പടുവൃദ്ധൻ, ഈ മനുഷ്യൻ രാത്രി, നല്ല വേനൽക്കാലത്ത് രാത്രി ചൂട് കാരണം അദ്ദേഹം വീടിന് പുറത്ത് കട്ടിലിട്ടിട്ട് ചൂടുകാലത്ത് അങ്ങനെയാണ് കിടന്നുറങ്ങുക. അദ്ദേഹം ഒരു യഹൂദനും കൂടിയാണ്. മുഹമ്മദ് എന്തെന്ന് അറിയാമോ? ഇയാൾ ആ ഉറങ്ങിക്കിടക്കുന്ന സമയത്ത് രാത്രി ഈ പടുവൃദ്ധനായ മനുഷ്യനെ കട്ടിലിട്ട് വെട്ടിക്കൊല്ലാൻ വേണ്ടി ആളുകളെ അയക്കുകയാണ്, മുസ്ലിങ്ങളെ അയക്കുകയാണ്. അങ്ങനെ ആ മനുഷ്യനെ കട്ടിലിട്ട് വെട്ടിക്കൊല്ലും. എന്താണ് അയാൾ ചെയ്ത കുറ്റം? മുഹമ്മദിനെതിരെ കവിതകൾ എഴുതി. അതും എഴുതാൻ കാരണം ബദർ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട ഈ മക്കയിലുള്ള ഖുറൈശി പ്രമാണികൾ പലരും ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളാണ്. ആദ്യകാലത്ത് ഇവർ തമ്മിൽ കച്ചവട ബന്ധവും മറ്റുമൊക്കെ ഉണ്ടായിരുന്നതുകൊണ്ട് തന്നെ ഇതാണ് അവിടെയുള്ള പ്രമാണികളായ ആളുകളെയൊക്കെ ഇദ്ദേഹത്തിന് അറിയാം. അപ്പോൾ ആ പ്രമാണികൾ അറിയാവുന്നതുകൊണ്ട് അവരുടെ നീതിനിഷ്ഠയും ധർമ്മനിഷ്ഠയൊക്കെ അവർക്ക് അറിയാവുന്ന ഒരാളാണ് ഇദ്ദേഹം എന്നുള്ളത് കൊണ്ടാണ് അങ്ങനെയുള്ള നീതിമാന്മാരായ ആൾക്കാരെയൊക്കെ ഇവൻ കൊന്നുകളഞ്ഞല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പുള്ളി കവിത എഴുതിയത്. ഏതായാലും കവിത എഴുതിയ കുറ്റത്തിന് രാത്രി ഇരുട്ടിൻ്റെ മറവിൽ ഇയാളെ വെട്ടി കൊന്നുകളഞ്ഞു. ഈ അബൂ അഫാഖിനെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിനെതിരെ പ്രതിഷേധമായിട്ട് മുഹമ്മദിനെതിരെ കവിത എഴുതിയ വേറൊരാളുണ്ട്, അസ്മ ബിന്ത് മർവാൻ എന്ന് പറയുന്നൊരു സ്ത്രീ, 5 കുഞ്ഞുങ്ങളുടെ മാതാവായ അസ്മ ബിന്ത് മർവാൻ. അവർ കവിത എഴുതി. ഈ അസ്മ ബിന്ത് മർവാനെയും ഇതേപോലെ തന്നെ ഉറങ്ങിക്കിടക്കുമ്പോൾ രാത്രി ചെന്നിട്ട് കൊല്ലാൻ വേണ്ടി മുഹമ്മദ് സ്വഹാബിനെ അയക്കുന്നുണ്ട്. അതും ഈ 5 കുട്ടികളുടെയും മുമ്പിലിട്ടിട്ടാണ്
അയാൾ വെട്ടിക്കൊല്ലുന്നത്. ഇത് ഇബ്നു ഇഷാഖ് രചിച്ച സീറ റസൂലല്ലാ എന്ന ഗ്രന്ഥത്തിലാണ് ഇതിനെക്കുറിച്ച് പറഞ്ഞിരിക്കുന്നത്. അത് ആൽഫ്രഡ് ഗിൽമിയുടെ ഇംഗ്ലീഷ് തർജ്ജമയുണ്ട്, ദ ലൈഫ് ഓഫ് മുഹമ്മദ് എന്ന പേരിൽ. അതിൻ്റെ പേജ് 675 676 ഈ സംഭവം വിവരിക്കുന്നുണ്ട്. ഞാനത് നിങ്ങളുടെ മുമ്പാകെ വായിക്കാം. മദീനയിലെ ആദരണീയനായ ഒരു യഹൂദ കവിയും 110 വയസ്സിന് മുകളിൽ പ്രായവും ഉണ്ടായിരുന്ന അബു അഫാക്കിനെ മുഹമ്മദിനെതിരെ കവിതകൾ എഴുതിയതിനാൽ പ്രവാചകന്റെ ആജ്ഞയനുസരിച്ച് മുസ്ലിങ്ങൾ വധിച്ചു. ഈ കൊലപാതകത്തിനോടുള്ള പ്രതിഷേധമായി മറ്റൊരു യഹൂദ കവയത്രിയായ അസ്മാ ബിൻത് മർവാൻ എന്ന യുവതി മുഹമ്മദിനെതിരെ ഒരു കവിത രചിച്ചു. ഈ കവിതയിലൂടെ ഇസ്ലാമിൻ്റെ പ്രവാചകനെ വധിക്കാൻ അവൾ ആഹ്വാനം ചെയ്തു. ഈ വിവരം മുഹമ്മദിൻ്റെ ചെവിയിലെത്തിയപ്പോൾ അസ്മാ ബിൻത് മർവാനെ വധിക്കാൻ ഉമൈർ ബിൻ അൽ അദി അൽ ഖാത്തമിയെ പ്രവാചകൻ അയച്ചു. അസ്മയ്ക്ക് ചെറിയ 5 കുട്ടികളാണ് ഉണ്ടായിരുന്നത്. ഉമൈർ രാത്രിയിൽ അസ്മയുടെ വീട്ടിൽ ചെന്നപ്പോൾ 4 ആൺകുട്ടികൾ അസ്മയുടെ ഇടത്തും വലത്തും, ഇളയ കുട്ടി പാൽ കുടിച്ചുകൊണ്ട് അസ്മയുടെ മാറിടത്തിലും കിടന്ന് ഉറങ്ങിപ്പോയിരുന്നു. നല്ല ഉറക്കത്തിലായിരുന്ന അസ്മയുടെ മാറിടത്തിൽ നിന്നും കുഞ്ഞിനെ മാറ്റിയ ശേഷം ഉമൈർ തൻ്റെ വാൾ അസ്മയുടെ നഗ്നമായ മാറിടത്തിൽ കുത്തിയിറക്കുകയും അത് അവളുടെ മുതുക് തുളച്ച് പുറത്തു വരികയും ചെയ്തു. ഉറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്ന് കരയുന്ന കുഞ്ഞുങ്ങളുടെ മുമ്പിലിട്ട് അവരുടെ അമ്മയെ കൊന്നുകളഞ്ഞതിന് ശേഷം ഉമൈർ രാവിലെ തന്നെ പ്രവാചകന്റെ മുമ്പിൽ ഹാജരായി അസ്മയെ വധിച്ച കാര്യം അറിയിച്ചു. പ്രവാചകന്റെ പ്രതികരണം ഇങ്ങനെയായിരുന്നു: അള്ളാഹുവിനെയും അവൻ്റെ പ്രവാചകനെയും സഹായിച്ച ഒരാളെ കാണാൻ ആരെങ്കിലും ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ ഉമൈർ ബിൻ അൽ അദി അൽ ഖാത്തമയെ നോക്കിക്കൊള്ളട്ടെ. ഇസ്ലാമിൻ്റെ ശക്തി മനസ്സിലാക്കിയ ആ യഹൂദ ഗോത്രം ഇസ്ലാം ആശ്ലേഷിച്ചു. ഇത് ഇബ്ൻ സഅദിൻ്റെ കിതാബ് അൽ തബാഖത്ത് അൽ കബീർ എസ് മൊയ്നുൽ ഹക്കിൻ്റെ തർജ്ജമ വാല്യം 2 പേജ് 30-31 രേഖപ്പെടുത്തിയിട്ടുണ്ട് ഈ കാര്യം. അബൂ അഫാക്കും അസ്മയും മുഹമ്മദിൻ്റെ അധികാരപരിധിയിലുള്ളവരായിരുന്നില്ല, യഹൂദ ഗോത്രത്തിൽപ്പെട്ടവരായിരുന്നു. അവരുടെ കവിതകൾ മുഹമ്മദിനെ അസഹ്യപ്പെടുത്തിയെങ്കിൽ മുഹമ്മദ് ചെയ്യേണ്ടിയിരുന്നത് എന്താണ്? അവരുടെ ആരോപണത്തിന് മറുപടിയായി തിരിച്ച് കവിതകൾ എഴുതുക എന്നുള്ളതാണ്. അതാണ് ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ അതിനൊക്കെ ഒരു റേഞ്ച് വേണം. ഏറ്റവും കുറഞ്ഞത് എഴുതാനും വായിക്കാനെങ്കിലും അറിഞ്ഞിരിക്കണം ഒരു കവിതയൊക്കെ എഴുതണമെങ്കിൽ. നമുക്കത് പിന്നെ ഇല്ലല്ലോ. അപ്പോൾ പിന്നെ അത് നടക്കുകയില്ല, ആ ലെവലിൽ നടക്കുകയില്ല. പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? അടുത്ത സ്റ്റെപ്പായിട്ട് പിന്നെ ചെയ്യാവുന്ന വേറൊരു കാര്യം ഉണ്ടായിരുന്നു. എന്താണ്? അവരുടെ ഗോത്രത്തലവന്മാരോട് പറഞ്ഞ് കവിത എഴുതുന്നതിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കണമായിരുന്നു. അത് തന്നെ ഒരു മോശം ഏർപ്പാടാണ്. ഒരുത്തൻ കവിത എഴുതുമ്പോൾ ആ കവിത നമുക്ക് രസിച്ചില്ല, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല, അല്ലെങ്കിൽ നമുക്കെതിരെയാണ്, നമ്മൾ ചെയ്ത ഏതെങ്കിലും ഒരു കാര്യത്തെ വിമർശിച്ചുകൊണ്ടാണ് ഒരാൾ കവിത എഴുതിയെന്നുള്ളതിൻ്റെ പേരിൽ അവനെ കവിത എഴുതുന്ന നിർത്തിപ്പിക്കുന്നത് അതൊരു മോശം പരിപാടിയാണ്. എന്നാലും കുഴപ്പമില്ല, വെട്ടിക്കൊല്ലുന്നതിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഡീസൻ്റാണത്. അപ്പോൾ അത് ചെയ്യാമായിരുന്നു. മുഹമ്മദ് അതും ചെയ്തില്ല. പിന്നെന്താ ചെയ്തേ? ഇരുട്ടിൻ്റെ മറവിൽ വിമർശകരെ കൊല്ലാൻ വേണ്ടി ആളെ അയക്കുകയായിരുന്നു. അതാണ് മുഹമ്മദ് ചെയ്തത്. പിന്നെ വേറെ ഒരു യഹൂദ പ്രമാണി ഉണ്ടായിരുന്നു, കാബിനുൽ അഷ്റഫ് എന്ന് പറയുന്ന ഒരു യഹൂദ പ്രമാണി. അദ്ദേഹവും മുഹമ്മദിനെതിരെ കവിത എഴുതിയിട്ടുണ്ട്. ഇതിൻ്റെ പേരിൽ മുഹമ്മദ് എന്ത് ചെയ്തു? ഇരുളിൻ്റെ മറവിൽ ഇയാളെയും ഈ കാബിനുൽ അഷ്റഫിനെയും കൊല്ലാൻ വേണ്ടി. കാരണം കാബിനുൽ അഷ്റഫ് ഒരു പ്രമാണിയാണ്. അദ്ദേഹത്തിൻ്റെ വീടിന് കാവലുണ്ട്, ഒരു സൈന്യം അദ്ദേഹത്തിനോടൊപ്പം തന്നെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിനകത്ത് എപ്പോഴും കുറേ ആളുകൾ അദ്ദേഹത്തിൻ്റെ ആശ്രിതന്മാരായിട്ട് നല്ല ആയുധാഭ്യാസികളായ ആൾക്കാർ അവിടെ ഉണ്ട്. അപ്പോൾ പകൽ വെളിച്ചത്തിൽ അദ്ദേഹത്തെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഒരു പാവ സ്ത്രീയെപ്പോലും പകൽ വെളിച്ചത്തിൽ എന്തെങ്കിലും ചെയ്യാനുള്ള ധൈര്യം ഇല്ലാണ്ട് ഇരുട്ടിൻ്റെ മറവിൽ കൊല്ലാൻ ആളയച്ച ഭീരുവാണത്. അപ്പോൾ പിന്നെ ഇങ്ങനെയുള്ള ഒരാളെ എന്തായിരിക്കും ചെയ്യുക? ഇത് തന്നെ ചെയ്തു. ഇരുട്ടിൻ്റെ മറവിൽ കൊല്ലാൻ വേണ്ടി മുഹമ്മദ് കൊട്ടേഷൻ സംഘത്തെ അയക്കുകയാണ്. തക്കിയൊക്കെ നമുക്ക് കൃത്യമായിട്ട് അവിടെ കാണാം. തക്കിയെക്കുറിച്ചുള്ള വീഡിയോ വരുമ്പോൾ അതിനകത്ത് ഉദാഹരണമായിട്ട് ഞാൻ ഈ കാബിനുൽ അഷ്റഫിനെ കൊന്നതിൻ്റെ ആ ഹദീസ് അങ്ങനെ തന്നെ ഞാൻ വിവരിക്കാം. അവർ കുറേ നുണയൊക്കെ പറയുന്നുണ്ട്. തക്കിയെ ശരിക്കും ഉപയോഗിക്കുന്നുണ്ട്. നുണയും ചതിയും വഞ്ചനയൊക്കെ കാണിച്ചിട്ടാണ് കാബിനുൽ അഷ്റഫിനെ ഇരുട്ടിൻ്റെ മറവിൽ കൊന്നുകളയുന്നത്. കാബിനുൽ അഷ്റഫ് ചെയ്ത കുറ്റവും മുഹമ്മദിനെതിരെ കവിത എഴുതിയെന്നുള്ളതാണ്, വേറൊന്നുമല്ല. പിന്നെ വേറെ അൽ നദർ ബിൻ ഹാരിത്ത് എന്ന് പറയുന്ന ഒരാൾ മുഹമ്മദ് മക്കയിലായിരുന്ന സമയത്ത് പേർഷ്യയിലെ രാജാക്കന്മാരുടെയും യുദ്ധവീരന്മാരുടെയും കഥകളൊക്കെ പറഞ്ഞിരുന്ന, മക്കാരോട് പറഞ്ഞിരുന്ന അൽ നദർ ബിൻ ഹാരിത്ത് എന്നൊരാളുണ്ടായിരുന്നു. ഈ ഓരോ കഥ പറഞ്ഞു തീരുമ്പോഴും അയാൾ പറയും, മുഹമ്മദും ഇതുപോലെ തന്നെയുള്ള കഥകളാണ് പറയുന്നത്. എന്നിൽ നിന്ന് കേട്ട കഥകളാണ് മുഹമ്മദ് കോപ്പിയടിച്ച് പലപ്പോഴും ദൈവവചനമാണെന്ന് പറഞ്ഞ് അവതരിപ്പിക്കുന്നത് എന്ന് ഈ അൽ നദർ പറയുമായിരുന്നു. ഈ ആരോപണങ്ങളെക്കുറിച്ച് ഖുർആനിൽ നമ്മൾ വായിക്കാൻ പറ്റും. അതിങ്ങനെയാണ് ഖുർആനിൽ പറഞ്ഞിരിക്കുന്നത്. സത്യനിഷേധികൾ പറഞ്ഞു, ഇത് അതായത് ഖുർആൻ അവൻ കെട്ടിച്ചമച്ച നുണ മാത്രമാകുന്നു. വേറെ ചില ആളുകൾ അവനെ അതിന് സഹായിച്ചിട്ടുമുണ്ട്.
എന്നാൽ അന്യായത്തിലും വ്യാജത്തിലും തന്നെയാണ് ഈ കൂട്ടർ വന്നെത്തിയിരിക്കുന്നത്. ഇത് പൂർവന്മാരുടെ കെട്ടുകഥകൾ മാത്രമാണ്. ഇവൻ ഇത് എഴുതി വച്ചിരിക്കുന്നു, എന്നിട്ടത് രാവിലെയും വൈകുന്നേരവും അവന് വായിച്ചു കേൾപ്പിക്കപ്പെടുന്നു എന്നും അവർ പറഞ്ഞു. സൂറ 25-4-5 വാക്യങ്ങൾ. ഏതായാലും ബദർ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കപ്പെട്ടവരുടെ കൂട്ടത്തിൽ ഈ അൽ നദറും ഉണ്ടായിരുന്നു. അപ്പോൾ യുദ്ധത്തടവുകാരുടെ ബന്ധുക്കളിൽ നിന്ന് വലിയ തുക മോചനദ്രവ്യമായി വാങ്ങി, റാൻസം മണിയായിട്ട് വാങ്ങി മുഹമ്മദ് തടവുകാരെയൊക്കെ വിട്ടയക്കുന്നുണ്ട്. പക്ഷെ അൽ നദറിനെ കണ്ടപ്പോൾ അവൻ വലിയ തുക മോചനദ്രവ്യമായിട്ട് നൽകാമെന്ന് പറഞ്ഞിട്ടും മുഹമ്മദ് സമ്മതിച്ചില്ല. തിരിച്ച് മദീനയിലേക്ക്, ഈ ബന്ദികളെയും കൊണ്ട് മദീനയിലേക്കുള്ള യാത്രയിൽ വഴി വെച്ച് തന്നെ മുഹമ്മദിൻ്റെ നിർദ്ദേശപ്രകാരം അൽ നദറിൻ്റെ തല മുഹമ്മദിൻ്റെ മരുമകൻ അലി വെട്ടിക്കളയാണ് ഉണ്ടായത്. ഇബ്നു ഇഷാഖിൻ്റെ സീറ റസൂലുള്ളാഹിലാണ് പേജ് 136-ലും 163-ലും 181-ലും 308-ലൊക്കെ ഈ കാര്യം പറയുന്നുണ്ട്. ഈ അൽ നദറിൻ്റെ അവസ്ഥ തന്നെയാണ് ഉഖ്ബ ബിൻ അബൂ മുവൈദിനും ഉണ്ടായത്. ഇദ്ദേഹവും മുഹമ്മദിനെ പരിഹസിച്ചുകൊണ്ട് ഗാനങ്ങൾ എഴുതിയിരുന്ന ആളായിരുന്നു. ബദർ യുദ്ധത്തിൽ ഇദ്ദേഹവും തടവുകാരനായി പിടിക്കപ്പെട്ടു. അൽ നദറിനെ പോലെ തന്നെ മോചനദ്രവ്യ വാഗ്ദാനം മുഹമ്മദ് തള്ളിക്കളഞ്ഞു, തല കൊയ്യാൻ ഉത്തരവിട്ടു. അപ്പോൾ ഈ ഉഖ്ബ വളരെ വേദനയോടെ മുഹമ്മദിനോട് ചോദിക്കുന്നുണ്ട്, ഇനി എൻ്റെ കുഞ്ഞുങ്ങളെ ആര് നോക്കും മുഹമ്മദേ എന്ന്. നരകം എന്ന് അള്ളാഹുവിൻ്റെ ദൂതൻ മറുപടി പറഞ്ഞു. അടുത്ത നിമിഷം സ്വഹാബികളിൽ ഒരാളുടെ വാൾ ഉഖ്ബയുടെ കഴുത്തിൽ പതിച്ചു. ഇബ്നു ഇഷാഖ് പേജ് 308. ഇതുപോലെയുള്ള ധാരാളം സംഗതികൾ നമുക്ക് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാം. മുഹമ്മദിനെതിരെയോ ഖുർആനെതിരെയോ ഒരു വിമർശനം വന്നാൽ തിരിച്ച് മറുപടി പറയുകയായിരുന്നില്ല, വിമർശകരെ തട്ടിക്കളയുകയായിരുന്നു മുഹമ്മദിൻ്റെയും സ്വഹാബിമാരുടെയും രീതികൾ. ആ പാരമ്പര്യം തന്നെയാണ് മുസ്ലിങ്ങൾ ഇന്നും പിന്തുടരുന്നത്. ഒരു വ്യത്യാസമില്ല, അതേ പാരമ്പര്യം തന്നെയാണ്. സീറകളിലുള്ള ഒരു കാര്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുഹമ്മദിന് പിശാചിൽ നിന്ന് വെളിപ്പാട് ലഭിച്ചിരുന്നു എന്ന ചരിത്ര വസ്തുതയെക്കുറിച്ച് പുസ്തകമെഴുതിയ സൽമാൻ റുഷ്ദിക്ക് വധശിക്ഷ വിധിച്ചതാരാണ്? ഞങ്ങളാരും ഒന്നുമല്ലല്ലോ, മുസ്ലിങ്ങൾ തന്നെയല്ലേ, അല്ലേ? റുഷ്ദി എഴുതിയത് സത്യമാണെന്ന് മനസ്സിലായപ്പോൾ ഇന്ന് ആശയ സംവാദകർ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്ന മുസ്ലിങ്ങൾ എന്താ ചെയ്തതെന്നറിയാമോ? അയാളെ കൊല്ലാൻ ഫത്വ പുറപ്പെടുവിക്കുകയാണ് ചെയ്തത്. അതാ ചെയ്തത്. പിന്നെ ബംഗ്ലാദേശിൽ ലജ്ജ എന്നൊരു നോവൽ എഴുതിയതിന് തസ്ലീമ നസ്രീൻ എന്ന് പറയുന്ന എഴുത്തുകാരിക്കും കിട്ടി ഒരു ഫത്വ. ആശയപരമായി പ്രതിരോധിക്കാൻ കഴിയുമെന്ന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ തിരിച്ചൊരു നോവൽ എഴുതിയാൽ പോരായിരുന്നു ആശയ സംവാദക്കാരെ? പോരെ? ആ പാവം ഇപ്പോഴും പിറന്ന നാടും വീടും വിട്ട് അലയുകയാണ്. കുറച്ചു കൊല്ലം മുമ്പ് ഹൈദരാബാദിൽ വെച്ച് നടന്ന ഒരു പരിപാടിക്കിടയിൽ തസ്ലീമ നസ്രീനെ മീഡിയകളുടെ മുമ്പിലിട്ട് ആശയ സംവാദക്കാരെ ആക്രമിച്ചത് നിങ്ങളിൽ പലരും TV കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞാൻ കണ്ടതാണ്. ഇതേപോലെ തന്നെ അവിശ്വാസി എന്നൊരു ആത്മകഥ എഴുതിയതിന് മറ്റൊരു മുൻ മുസ്ലിമായ അയാൻ ഹിർസി ആലിക്കും ഉണ്ട് ഒരു ഫത്വ. അവരുടെ തിരക്കഥയിൽ സബ്മിഷൻ എന്നൊരു ഡോക്യുമെൻ്ററി എടുത്ത ഡച്ച് സംവിധായകനായ തിയോ വാൻഗോഗിനെ നടു റോഡിലിട്ട് കുത്തിക്കൊന്നു ഒരു ആശയ സംവാദക്കാരൻ. ഇതിലെ ക്രൂരത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാലേ, കൊലയാളി ഒരു മുസ്ലിം രാഷ്ട്രത്തിൽ നിന്നുള്ള അഭയാർത്ഥി ആയിരുന്നു എന്നുള്ളതാണ്. കൊലയാളിക്ക് അവൻ്റെ സ്വന്തം മുസ്ലിം രാഷ്ട്രത്തിൽ ജീവിക്കാൻ പറ്റാത്ത വിധം അവിടെ സമാധാനം പൂത്തുലഞ്ഞതുകൊണ്ട് അവൻ അവിശ്വാസികളുടെ നാട്ടിലേക്ക് കുടിയേറി. അവിടെ അഭയാർത്ഥി എന്ന പരിഗണനയിൽ യാതൊരു ജോലിയും ചെയ്യാതെ സോഷ്യൽ വെൽഫെയർ ഫണ്ട്, ഡച്ചുകാരുടെ നികുതി പണത്തിൽ നിന്ന് സോഷ്യൽ വെൽഫെയർ ഫണ്ടിൽ നിന്ന് ലഭിക്കുന്ന ആ പണം കൊണ്ട് ഇവൻ സുഖിച്ച് ജീവിക്കുകയായിരുന്നു അവിടെ, ഒരു പണിയും ചെയ്യാതെ. കുടിയേറിയ രാജ്യത്ത് തൻ്റെ വിശ്വാസങ്ങൾ സംരക്ഷിച്ച് ജീവിക്കാനുള്ള അവകാശം തനിക്കുള്ളതുപോലെ തൻ്റെ വിശ്വാസത്തെ വിമർശിക്കാനുള്ള അവകാശം തനിക്ക് സംരക്ഷണം നൽകുന്ന ഈ നാട്ടുകാർക്കും ഉണ്ടെന്നും മുസ്ലിം രാഷ്ട്രത്തിൽ നിന്ന് കുടിയേറിയ ആശയ സംവാദക്കാരന് മനസ്സിലായില്ല. അവനെ സംബന്ധിച്ച് ഇസ്ലാമിന് മറ്റുള്ളവരെ വിമർശിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഏതൊരുത്തനെയും വിമർശിക്കാം, ഏത് സമയത്ത് എപ്പോൾ വേണമെങ്കിലും വിമർശിക്കാം. അത്രേ ഉള്ളൂ. ആശയ സംവാദം എന്നൊക്കെ പറഞ്ഞാൽ അതാണ് അവനെ സംബന്ധിച്ച്. തിരിച്ചിങ്ങോട്ടുള്ളതല്ല. ഇസ്ലാമിനെതിരെ ഒരു വിമർശനം പോലും വരുന്നതല്ല. അങ്ങനെ ഒരു ചിന്താഗതി അവൻ്റെ ഉള്ളിലില്ല. ഇസ്ലാമിക രാഷ്ട്രത്തിൽ ഇല്ല അത്. അവിടെ ജനിച്ചു വളർന്ന ഒരുത്തനെ സംബന്ധിച്ച് ഇപ്പോൾ നമ്മളിവിടെയൊക്കെ കാണുന്നത് എന്താണ്? ആശയ സംവാദം എന്ന് പറഞ്ഞാൽ രണ്ടു കൂട്ടരും പറയുന്നതാണ്. അവിടെ അങ്ങനെയല്ല, അർത്ഥം വേറെയാണ്. ആശയ സംവാദം എന്ന് പറഞ്ഞാൽ ഏകപക്ഷീയമായിട്ട് ഒരു കൂട്ടർ മറ്റേ കൂട്ടരെ ആക്രമിക്കുന്നത്, ആശയപരമായിട്ട് ആക്രമിക്കുന്നത്, അതാണ് ആശയ സംവാദം. തിരിച്ചു പറയലല്ല. അതുകൊണ്ടാണ് ഈ സബ്മിഷൻ എന്ന് പറയുന്ന ഡോക്യുമെൻ്ററി ഇറങ്ങി കഴിഞ്ഞപ്പോൾ തിയോ വാൻഗോഗിനെ ഇവൻ പോയിട്ട് കുത്തിക്കൊന്നത്. ഇതുപോലത്തെ ഇഷ്ടം പോലെ ഉദാഹരണങ്ങൾ എടുത്തു തരാനുണ്ട്, ഇഷ്ടം പോലെ. പക്ഷെ അതിന് തുനിഞ്ഞാൽ പിന്നെ അതിന് മാത്രമേ നേരം കാണൂ എന്നുള്ളത് കൊണ്ട് ഞാൻ തൽക്കാലം ഇവിടെ വിടുകയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇന്നത്തെ വർത്തമാനകാല അവസ്ഥയിലുള്ള കാര്യങ്ങൾ ഞാൻ തൽക്കാലം ഇവിടെ വിടുകയാണ്. മുഹമ്മദിന് പോലും ആശയ സംവാദത്തിൽ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല. ചരിത്രത്തിലുള്ളതാണ്. മുഹമ്മദിന് പോലും പിടിച്ചു നിൽക്കാൻ പറ്റിയിട്ടില്ല ക്രിസ്ത്യാനികളുടെ മുമ്പിൽ. പിന്നെയല്ലേ മുഹമ്മദിൻ്റെ അനുയായികൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത്? ഒരിക്കലും പറ്റിയല്ല. ഇസ്ലാമിക ചരിത്രത്തിൽ നിന്നുള്ളൊരു സംഭവം ഞാനെടുത്ത് കാണിച്ചു തരാം. നജ്റാൻ എന്ന സ്ഥലത്ത് നിന്നും വന്ന് മുഹമ്മദിനോട് സംവാദം നടത്തിയ ചില ക്രിസ്ത്യാനികളെ കുറിച്ച് ഹദീസുകളിൽ നമുക്ക് കാണാം.
തഫ്സീറുകളിലൊക്കെ ഉണ്ട് അത്. പിന്നെ ഇസ്ലാമിക ചരിത്ര ഗ്രന്ഥങ്ങളിലും ഇവരെക്കുറിച്ച് പറയുന്നുണ്ട്. വാസ്തവത്തിൽ ഇവർ സംവാദം നടത്താൻ വേണ്ടി വന്നവരല്ല. നജ്റാൻ ക്രിസ്ത്യാനികളുടെ മേൽ മുഹമ്മദ് ജിസിയ ചുമത്തിയിരുന്നു. സാധാരണഗതിയിൽ മുഹമ്മദ് ചുമത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിളവിൻ്റെ പകുതിയാണ്. ഒരു വർഷത്തെ വിളവിൻ്റെ പകുതി, ഒരു വർഷത്തെ അവരുടെ അധ്വാനത്തിൻ്റെ പകുതി ഒന്നുമില്ലാതെ മുഹമ്മദും കൂട്ടരും വാങ്ങിച്ചുകൊണ്ട് പോവുകയാണ്. അതാണ് സാധാരണഗതിയിൽ. പക്ഷേ നജ്റാൻ ക്രിസ്ത്യാനികളുടെ മേൽ ചുമത്തിയത് അതിനേക്കാൾ കൂടുതലായിരുന്നു, പകുതിയിലധികം. അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ആ പാവങ്ങൾക്ക് ഇത് കൊടുക്കാൻ പറ്റുന്നതിനേക്കാൾ കൂടുതലായിരുന്നു മുഹമ്മദ് ചുമത്തിയിരുന്ന ജിസിയ എന്നുള്ളത് കൊണ്ട് അവരെന്ത് ചെയ്തു? അവർ മുഹമ്മദിനെ കാണാൻ വരികയാണ്. എങ്ങനെയെങ്കിലും ഇതൊന്ന് നിങ്ങൾ താഴ്ത്തി തരണം, കുറച്ച് തരണം, ജിസിയ ഇളച്ചു കൊടുക്കണം എന്നും പറഞ്ഞുകൊണ്ട് അങ്ങനെ വന്നൊരു നിവേദക സംഘമാണത്. അല്ലാണ്ട് ഭയങ്കര ക്രിസ്ത്യൻ പണ്ഡിതന്മാരോ അങ്ങനെ ഇങ്ങനെയുള്ളവരൊന്നും അല്ല. സാധാരണ ആളുകൾ അവിടെ ഗ്രാമത്തിൻ്റെ പ്രതിനിധികളായിട്ട് കുറച്ച് പേരെ അയച്ചിരിക്കുന്നു, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇവർ വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് ഇവരോട് പറയാണ്, നിങ്ങൾ മുസ്ലിങ്ങളാകുകയാണെങ്കിൽ പിന്നെ ജിസിയെ തരേണ്ട കാര്യമില്ല, രണ്ടാം പൗരന്മാരായിട്ട് ജീവിക്കേണ്ട കാര്യമില്ല, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുകയെന്ന്. അതവർക്ക് സ്വീകാര്യമായിരുന്നില്ല. സ്വന്തം വിശ്വാസം ഉപേക്ഷിക്കാൻ തയ്യാറല്ലാതിരുന്ന അവർ മുഹമ്മദിനോട് ചില ചോദ്യങ്ങൾ ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് ഉത്തരവില്ല. അവർ പറഞ്ഞു, ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കണമെങ്കിൽ ഞങ്ങൾക്ക് ചില സംശയങ്ങളുണ്ട്, നിങ്ങളത് പരിഹരിച്ചു തരണമെന്ന് പറഞ്ഞിട്ടാണ് ചോദ്യങ്ങൾ ചോദിക്കുന്നത്. ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് ഉത്തരവില്ല. മുഹമ്മദ് ഉത്തരവില്ലാതെ കഴിഞ്ഞപ്പോൾ മുഹമ്മദ് നേരെ മേലോട്ട് നോക്കി, ദാണ്ടര വരുന്നു മലക്ക് അവിടെ നിന്ന് ഉത്തരവും കൊണ്ട്. അങ്ങനെ മലക്ക് പറഞ്ഞ ഉത്തരം മുഹമ്മദ് ഈ നജറാൻ ക്രിസ്ത്യാനികളോട് പറഞ്ഞു. ആ മറുപടി പിടിച്ച് അവർ വീണ്ടും ചോദ്യങ്ങൾ ചോദിക്കുകയാണ് മുഹമ്മദിനോട്. ഈ ഉത്തരത്തിൻ്റെ ഉപചോദ്യം വന്നപ്പോൾ ഇത് പെടുമെന്നറിയാവുന്നതുകൊണ്ടാണ് MM അക്ബറിനെ പോലെയുള്ളവരൊക്കെ സ്നേഹസംവാദം എന്ന് പറഞ്ഞ് പ്രോഗ്രാം നടത്തുമ്പോൾ ഉപചോദ്യം ഒന്നും അനുവദിക്കാത്തത്. ഒരു ചോദ്യം ചോദിക്കുന്നു, അക്ബർ എന്ത് മറുപടി പറയുന്നുവോ ആ പറയുന്ന മറുപടി കേട്ട് അംഗീകരിച്ച് പോവേ നിവൃത്തിയുള്ളൂ. അംഗീകരിക്കാൻ നമുക്ക് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ 100% പേർക്ക് അത് പറ്റിയില്ല. കാരണം അതിനകത്ത് കുറേ പൊട്ടത്തരങ്ങളുണ്ടാവും പറഞ്ഞ മറുപടിയിൽ. അപ്പോൾ അതൊന്ന് തിരിച്ച് ചോദിക്കാന്ന് വെച്ചാൽ അനുവദിക്കുകയല്ലേ, ഉപചോദ്യങ്ങളില്ല. സ്നേഹസംവാദം പരിപാടിയിലൊന്നും അക്ബർക്ക് ഉപചോദ്യങ്ങൾ അനുവദിച്ചിരുന്നില്ല. അതിൻ്റെ കാരണം ഇതാണ്, ഹദീസുകളിൽ നിന്ന് അക്ബറിൻ്റെ കാര്യം മനസ്സിലായി. നജറാൻ ക്രിസ്ത്യാനികളോട് ഫസ്റ്റത്തെ ഒരൊറ്റുത്തരം പറഞ്ഞ് അങ്ങനെ പോയിരുന്നെങ്കിൽ അതോടെ അവർ തീർന്നാനെ. പക്ഷേ ഉപചോദ്യത്തിന് അവസരം കൊടുത്തുകൊണ്ട് അവർ തിരിച്ചു ചോദിച്ചു കഴിഞ്ഞപ്പോൾ മുഹമ്മദ് പെട്ടു. മുഹമ്മദ് വീണ്ടും മലക്കിനോട് ചോദിക്കും, മലക്ക് വന്ന് മറുപടി പറഞ്ഞു കൊടുക്കും. ഈ മറുപടിയിലെ യുക്തിരാഹിത്യത്തെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് നജറാൻ ക്രിസ്ത്യാനികൾ വീണ്ടും ചോദ്യങ്ങൾ ചോദിച്ചു. മുഹമ്മദ് ഇതേപോലെ തന്നെ മലക്കിനോട് ചോദിച്ചു, മലക്ക് ഉത്തരം പറഞ്ഞു. ഇങ്ങനെ അവർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന ചോദ്യോത്തരങ്ങളുണ്ടല്ലോ, ചർച്ച. അതിൻ്റെ സമ്മറിയാണ് വാസ്തവത്തിൽ ഖുർആനിലെ 3-ാമത്തെ സൂറയുണ്ട്, ആലു ഇമ്രാൻ എന്ന് പറയും. ആലു ഇമ്രാനിലെ 1 മുതൽ ഏകദേശം 80-ലധികമുള്ള വചനങ്ങൾ ഈ വിഷയമാണ്, ഈ നജറാൻ ക്രിസ്ത്യാനികളുമായിട്ടുള്ള സംവാദമാണ് അതിൽ ഉള്ളത്. നജറാൻ ക്രിസ്ത്യാനികളുടെ ചോദ്യത്തിന് മലക്ക് വന്ന് മുഹമ്മദിന് പറഞ്ഞു കൊടുത്തതായി ആരോപിക്കപ്പെടുന്ന ഉത്തരങ്ങളാണ് ഈ സൂറയിൽ ഏറ്റവും പ്രധാനമായിട്ട് ഇങ്ങനെ ആദ്യത്തേതായിട്ട് വന്നിരിക്കുന്നത്. ഇത് ഇസ്ലാമിക പണ്ഡിതന്മാർ തന്നെ പറയുന്നതാണ്, നമ്മളാരും പറയുന്നതല്ല. ഏതായാലും ഇതൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കുന്ന നല്ല രസമാണ്. ഇസ്ലാമിനെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ ഒരു പക്ഷേ വായിച്ചു പോയിട്ടുള്ള അധ്യായമായിരിക്കും ഇത്. സൂറ 3 വായിച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. പക്ഷേ ഈ ചരിത്ര പശ്ചാത്തലം മനസ്സിലാക്കി വെച്ചിട്ട് നിങ്ങൾ വായിക്കുക, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും എന്തുകൊണ്ടാണ് ചില കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. അതിനു മുമ്പേ ചോദ്യം വന്നിട്ടുണ്ട്, ചിലതിൽ ചോദ്യം ഉൾപ്പെടുത്തിയിട്ടുണ്ട്, ചിലതിൽ ചോദ്യം ഉൾപ്പെടുത്താതെ തന്നെ മറുപടി മാത്രമായിട്ടാണ് അത് പറഞ്ഞിരിക്കുന്നത്. ചില രസകരമായ ചില കാര്യങ്ങൾ ഞാൻ അതിനകത്ത് പറഞ്ഞുതരാം. ഈ സംവാദം തുടങ്ങിയപ്പോൾ മുഹമ്മദ് ഇവരോട് പറഞ്ഞു, ഖുർആൻ വളരെ സുവ്യക്തവും ഖണ്ഡിതവും ലളിതവുമായൊരു ഗ്രന്ഥമാണെന്ന്. മുഹമ്മദിനെ പോലെ എഴുത്തുമാനെ അറിയാത്തവരായിരുന്നില്ല ഈ വന്ന നജറാൻ ക്രിസ്ത്യാനികൾ. അവരുടനെ തന്നെ മുഹമ്മദിനോട് ചോദിച്ചു, ഈ ഖുർആനിൽ ആലിഫ് ലാം മീം എന്നൊക്കെ കാണുന്നുണ്ടല്ലോ, എന്താ ഇതിൻ്റെ അർത്ഥം? ആലിഫ് ലാം മീം, ഇത് സുവ്യക്തവും ഖണ്ഡിതവും ലളിതവുമായിട്ടുള്ളൊരു ഗ്രന്ഥമാണല്ലോ. അപ്പോൾ അത്ര വ്യക്തമായിട്ടുള്ളതാണെങ്കിൽ ആലിഫ് എന്നുള്ളതിൻ്റെ, ലാം എന്നുള്ളതിൻ്റെ, മീം എന്നുള്ളതിൻ്റെ ഒക്കെ അർത്ഥം എന്താണെന്ന് ചോദിച്ചു. മുഹമ്മദ് കുഴഞ്ഞു. പക്ഷേ പതിവ് പോലെ മലക്ക് സഹായത്തിന് വരികയാണ്. മലക്ക് എന്നിട്ട് എന്താ പറഞ്ഞു കൊടുക്കുന്നതെന്നറിയോ? ചില വാക്കുകളുടെ യഥാർത്ഥ അർത്ഥം അള്ളാഹുവിന് മാത്രമേ അറിയൂ എന്നും പറഞ്ഞ് മുഹമ്മദിനെ രക്ഷിച്ചെടുക്കാൻ നോക്കുകയാണ്. ഉടനെ നജ്റാൻ ക്രിസ്ത്യാനികൾ ചോദിച്ചു, മനുഷ്യർക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതും അള്ളാഹുവിന് മാത്രം മനസ്സിലാക്കാൻ കഴിയുന്നതുമായ കാര്യം എന്തിനാണ് മനുഷ്യർക്കുള്ള സന്ദേശത്തിൽ ഉൾപ്പെടുത്തേണ്ട ആവശ്യമെന്ന്. നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്ക്. മനുഷ്യർക്ക് ആർക്കും ഒരിക്കലും മനസ്സിലാവുകയില്ല. അങ്ങനെയുള്ളൊരു സംഗതി എന്തിനാണ് മനുഷ്യർക്കുള്ള പുസ്തകത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട കാര്യം? അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. ഇപ്പം ഞാനൊരാൾക്കൊരു കത്ത് എഴുതുകയാണ്, ഈ കത്ത് വായിക്കുന്ന ആൾക്ക് എത്ര പേര് വായിച്ചാലും അവർക്ക് ഒരിക്കലും മനസ്സിലാക്കാൻ പറ്റാത്ത കാര്യം, എനിക്ക് മാത്രം മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യം ഞാൻ ആ കത്തിനകത്ത് ഉൾപ്പെടുത്തേണ്ട ആവശ്യം എന്താ? അങ്ങനെ ഞാൻ ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത മണ്ടത്തരമല്ലേ അത്? അപ്പോൾ ഈ വിധത്തിൽ ചോദ്യം വന്നു കഴിഞ്ഞപ്പോൾ മുഹമ്മദിന് ഉത്തരം മുട്ടി.
പതിവ് പോലെ മലക്ക് വീണ്ടും ഇതാ സഹായത്തിനെത്തുകയാണ്. എന്താണ്? മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ചില വാക്കുകളുടെ പുറകെ പോകും, അവരെ മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ല എന്നാണ് മലക്ക് പറയുന്നത്. ഇത് നമുക്ക് സൂറ 3-7 കാണാം. സൂറ ആലു ഇമ്രാൻ്റെ 7-ാമത്തെ ആയത്ത് അതിങ്ങനെയാണ്: നബിയെ, നിനക്ക് വേദഗ്രന്ഥം അവതരിപ്പിച്ച് തന്നിരിക്കുന്നത് അവനത്രേ. അതിൽ സുവ്യക്തവും ഖണ്ഡിതവുമായ വചനങ്ങളുണ്ട്. അവയത്രേ വേദഗ്രന്ഥത്തിന്റെ മൗലിക ഭാഗം. ആശയത്തിൽ സാദൃശ്യമുള്ള ചില വചനങ്ങളുമുണ്ട്. എന്നാൽ മനസ്സുകളിൽ വക്രതയുള്ളവർ കുഴപ്പമുണ്ടാക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടും ദുർവ്യാഖ്യാനം നടത്താൻ ആഗ്രഹിച്ചുകൊണ്ടും ആശയത്തിൽ സാദൃശ്യമുള്ള വചനങ്ങളെ പിന്തുടരുന്നു. അതിൻ്റെ സാക്ഷാൽ വ്യാഖ്യാനം അല്ലാഹുവിന് മാത്രമേ അറിയുകയുള്ളൂ. അറിവിൽ അടിയുറച്ചവരാകട്ടെ. അവർ പറയും, ഞങ്ങളതിൽ വിശ്വസിച്ചിരിക്കുന്നു, എല്ലാം ഞങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ളതാകുന്നു. ബുദ്ധിശാലികൾ മാത്രമേ ആലോചിച്ച് മനസ്സിലാക്കുകയുള്ളൂ. സൂറ 3-7. ഇവിടെ പറയുന്നത് കേട്ടോ, യഥാർത്ഥ വിശ്വാസികൾ ചോദ്യം ചെയ്യാനും നിൽക്കില്ല. അവർ പറയും, ഞങ്ങളിതിൽ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ വന്ന നജ്റാൻ ക്രിസ്ത്യാനികളൊന്നും അങ്ങനെയുള്ള വിശ്വാസികളല്ല, അവർ സംശയാലുക്കളാണ്. അവരിങ്ങനെ പല ചോദ്യങ്ങളും ചോദിക്കും എന്നൊക്കെയാണ് പറയുന്നത്. ഏതായാലും ഈ ആയത്തിൻ്റെ പശ്ചാത്തലം ഇതാണ്. സംവാദം മുന്നോട്ട് പോയി കഴിഞ്ഞപ്പോൾ എന്തുണ്ടായെന്നറിയോ? മുഹമ്മദ് വെള്ളം കുടിക്കാൻ തുടങ്ങി. നിലത്ത് നിർത്തിയാലല്ലേ കുഞ്ഞളിയെ അഭ്യാസം കാണിക്കാൻ പറ്റൂ എന്ന് ഞങ്ങളുടെ നാട്ടിൽ പണ്ടൊരാൾ ചോദിച്ചതായി കേട്ടിട്ടുണ്ട്. ഏതാണ്ട് അതുപോലെയായി മുഹമ്മദിൻ്റെയും മലക്കിൻ്റെയും സ്ഥിതി. ഞങ്ങളുടെ നാട്ടിൽ അയാൾ അങ്ങനെ ചോദിച്ചതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പിടികിട്ടും മുഹമ്മദിൻ്റെയും മലക്കിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്നുള്ളത്. പെങ്ങളെ കല്യാണം കഴിച്ച അളിയൻ വലിയ കളരിഭ്യാസിയാണെന്ന് അറിഞ്ഞപ്പോൾ മുതൽ കുഞ്ഞളിയൻ അതിൻ്റെ ഗമയിലാണ് നടക്കുന്നത്. അളിയൻ കൂടെ ഉണ്ടെങ്കിൽ കുഞ്ഞളിയൻ ആരെയും കയറി ചൊറിയും. കാരണം പേടിക്കേണ്ട കാര്യമില്ല, കളരിയഭ്യാസ മുറകളിൽ അഗ്രഗണ്യനായ അളിയനല്ലേ കൂടെയുള്ളത്. അതുകൊണ്ട് ഇയാൾ ആരെയും കയറി ചൊറിയും. അങ്ങനെ ഒരു ദിവസം അളിയനും കുഞ്ഞളിയനും കൂടി രാത്രിയിൽ അയൽ ഗ്രാമത്തിലെ അമ്പലത്തിലെ ഉത്സവത്തിന് പോവുകയാണ്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുഞ്ഞളിയും പതിവ് പോലെ ഒരുത്തനെ കണ്ടു കഴിഞ്ഞപ്പോൾ അവനെ കയറി ചൊറിഞ്ഞു. പക്ഷെ അവൻ ഒറ്റയ്ക്കല്ലായിരുന്നു, കുറേയധികം കൂട്ടുകാരന്മാരായിട്ടാണ് അവൻ വന്നിരുന്നത്. അതുകൊണ്ട് കുഞ്ഞളിയും ചൊറിഞ്ഞപ്പോൾ അവൻ വർത്താനമൊക്കെ പറഞ്ഞ് സമയം കളയാനും നിന്നില്ല, കൊടുത്ത് ചേട്ട് തന്നെ 2 കുഞ്ഞളിയൻ്റെ ചേട്ട് തന്നെ. ഇത് കണ്ടു കഴിഞ്ഞപ്പോൾ അളിയൻ കളരി ചൂടുകളൊക്കെ ആയിട്ട് ഇവരെ നേരെ ഇങ്ങോട്ട് വന്നു. പിന്നെ അടിയാണ്, അടി പൊട്ടി, അവിടെ ഭയങ്കര അടി. കുഞ്ഞളിയന് നന്നായിട്ട് തന്നെ കിട്ടി. എല്ലാവരും കൂടി കുഞ്ഞളിയനെ നിലത്തിട്ട് ചവിട്ടി കൂട്ടി അവരവരുടെ പാട്ടിന് പോയി. കുഞ്ഞളിയനാണെങ്കിലോ ശരീരത്തിൻ്റെ വേദനയേക്കാൾ മനസ്സിൻ്റെ വേദനയായിരുന്നു അധികം. പട്ടിയെ തല്ലുന്ന പോലെ എന്നെ ഇവിടെ ഇട്ട് തല്ലിയിട്ട് കളരിയഭ്യാസമൊക്കെ അറിയാവുന്ന അളിയൻ തിരിഞ്ഞു നോക്കിയില്ലല്ലോ എന്നുള്ള വിഷമമാണ് കുഞ്ഞളിയൻ ഉണ്ടായിരുന്നത്. അങ്ങനെ അടികൊണ്ട് അവശനായി കിടക്കുന്ന കുഞ്ഞളിയനൊന്ന് തലയിരിച്ചു നോക്കിയപ്പോൾ അതാകെ എടുക്കുന്ന തൊട്ടപ്പുറത്ത് അളിയൻ, കളരിയഭ്യാസ മുറകളിൽ അഗ്രഗണ്യനായ അളിയൻ ഇത് കാറ്റ് പോകുന്നുള്ള നിലയൊക്കെ എടുക്കുക. അപ്പോൾ വളരെ വിഷമത്തോടെ കുഞ്ഞളിയൻ ചോദിച്ചു, അല്ല അളിയോ, അളിയൻ ഇത്രയും അഭ്യാസമൊക്കെ അറിയാമെന്ന് പറഞ്ഞിട്ട് എന്നെ അവരെല്ലാം കൂടി ഇതേപോലെ പട്ടിയെ തല്ലുന്നത് പോലെ തല്ലിയപ്പോൾ എന്നെ രക്ഷിക്കാൻ വേണ്ടി അളിയൻ അതിലെ ഒരു അഭ്യാസം പോലും പുറത്തെടുത്തില്ലല്ലോ എന്ന് കുഞ്ഞളിയൻ ചോദിക്കുകയാണ്. അപ്പോൾ അത് കേട്ടപ്പോൾ കളരിയഭ്യാസിയായ അളിയൻ പറയുകയാണ്, നിലത്ത് നിർത്തിയാലല്ലേ കുഞ്ഞളിയ അഭ്യാസം കാണിക്കാൻ പറ്റൂന്ന്. മനസ്സിലായ? കുഞ്ഞളിയൻ അടി കിട്ടുന്നത് കണ്ടപ്പോൾ കളരിച്ചൂടൊക്കെ എടുത്ത് അളിയൻ വന്നതാണ്. പക്ഷെ കാര്യമൊന്നും ഉണ്ടായില്ല. നാട്ടുകാരെ അളിയനെ അടിച്ച് എയറി കയറ്റി. പിന്നെ അടി തീരുന്നത് വരെ അളിയൻ എയറിലാണ്. നിലത്ത് കാലുറപ്പിച്ചൊന്നും നിന്നാലല്ലേ ചൂട് വെച്ച് അഭ്യാസം കാണിക്കാൻ പറ്റൂ. പക്ഷെ നാട്ടുകാർ നിലത്ത് നിർത്തുന്നില്ലാന്ന്. വന്നോനൊക്കെ അടിച്ച് അളിയനെ എയറി കയറ്റിക്കൊണ്ടേയിരിക്കുകയാണ്. ഏതാണ്ട് ഇതേ സ്ഥിതിയായിരുന്നു അന്ന് മുഹമ്മദിനും മലക്കിനും. മലക്കല്ലെങ്കിൽ തന്നെ എയറിലാണ്. ഇത് മലക്ക് മാത്രമല്ല, മുഹമ്മദിന് രണ്ടുപേരും എയറിലാണ്. മുഹമ്മദ് എന്ത് പറഞ്ഞാലും ക്രിസ്ത്യൻ പക്ഷം അതിൽ കയറി പിടിച്ച് ചോദ്യങ്ങൾ ചോദിക്കാൻ തുടങ്ങി. അവസാനം ഗതികെട്ട്, മുഹമ്മദും മലക്കും ഗതികെട്ട് കഴിഞ്ഞപ്പോൾ മുഹമ്മദിനോട് രക്ഷപ്പെടാനുള്ള വഴി മലക്ക് പറഞ്ഞു കൊടുക്കുന്നത് നമ്മൾ സൂറ 3-61 കാണുന്നുണ്ട്. അതെന്താണെന്നറിയാമോ? അതിങ്ങനെയാണ്: ഇനി നിനക്ക് അറിവ് വന്നു കിട്ടിയതിന് ശേഷം അവൻ്റെ, അതായത് ഈസയുടെ കാര്യത്തിൽ ആരെങ്കിലും നിന്നോട് തർക്കിക്കുകയാണെങ്കിൽ നീ പറയുക, നിങ്ങൾ വരൂ, ഞങ്ങളുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും ഞങ്ങളുടെ സ്ത്രീകളെയും നിങ്ങളുടെ സ്ത്രീകളെയും നമുക്ക് വിളിച്ചുകൂട്ടാം, ഞങ്ങളും നിങ്ങളും കൂടുകയും ചെയ്യാം. എന്നിട്ട് കള്ളം പറയുന്ന കക്ഷിയുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം ഉണ്ടായിരിക്കാൻ നമുക്ക് ഉള്ളഴിഞ്ഞ് പ്രാർത്ഥിക്കാം. സൂറ 3-61. എങ്ങനെയുണ്ട്? സംവാദം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ എതിരാളികളുടെ ചോദ്യങ്ങൾക്ക് മുമ്പിൽ ഉത്തരം മുട്ടിയ സമയത്ത് പറയുന്നത് കേട്ടോ, നിങ്ങളുടെ കുടുംബക്കാരെ കൊണ്ടുപോവാ, ഞാൻ എൻ്റെ കുടുംബക്കാരെ കൊണ്ടുവരാം, എന്നിട്ട് നമുക്ക് അന്യോന്യം അങ്ങോട്ട് ശപിക്കാം, കള്ളം പറയുന്നത് ആരാണോ അവരുടെ മേൽ അള്ളാഹുവിൻ്റെ ശാപം വരട്ടെ. ഇതാണ് പറയുന്നത്. ആശയപരമായി എതിരാളിയുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനുള്ള കെൽപ്പ് മുഹമ്മദിനോ മലക്കിനോ അള്ളാഹുവിനോ ഇല്ല. അതുകൊണ്ടാണ് ആശയ സംവാദത്തിൽ ജയപരാജയം തീരുമാനിക്കാൻ വേണ്ടി ഇങ്ങനെ ഒരു വഴി മലക്ക് മുഹമ്മദിന് ഉപദേശിച്ചു കൊടുത്തത്. ഇങ്ങനെ അന്യോന്യം ശപിക്കുന്ന പരിപാടിയെ മുബാഹല അഥവാ ശാപപ്രാർത്ഥന എന്നാണ് പറയുക.
ഇസ്ലാമിൻ്റെ ടെർമിനോളജിയാണ് മുബാഹല, ശാപപ്രാർത്ഥന. അപ്പോൾ ഈ വന്ന നജ്റാൻ ക്രിസ്ത്യാനികൾ സമ്മതിച്ചില്ല. അവർ പറഞ്ഞു, ക്രിസ്ത്യാനികളായ ഞങ്ങൾക്ക് ശപിക്കാൻ പ്രമാണമില്ല, നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പിൻ, നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പിൻ എന്നാണ് ഞങ്ങളുടെ കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നും പറഞ്ഞ് നജ്റാൻ ക്രിസ്ത്യാനികൾ മുബാഹലയ്ക്ക് വിസമ്മതിച്ചും ജിസിയ കൊടുക്കാമെന്ന് സമ്മതിച്ചും തിരികെ പോയി. മുസ്ലിങ്ങൾ പതിവ് പോലെ ഇത് വലിയ വിജയമായിട്ട് ആഘോഷിച്ചു. ക്രിസ്ത്യാനികൾ കള്ളം പറഞ്ഞതുകൊണ്ട് അള്ളാഹുവിൻ്റെ ശാപം തങ്ങൾക്ക് കിട്ടുമെന്ന് പേടിച്ചിട്ടാണ് മുബാഹലയ്ക്ക് അവർ നിൽക്കാഞ്ഞതെന്നൊക്കെ പറഞ്ഞ് അവർ പെരുമ്പറ മുഴക്കി. അതൊരു വിജയാഘോഷമായിട്ട് അവർ കൊണ്ടു നടന്നു. പക്ഷെ അധികം നാൾ അത് കൊണ്ടു നടക്കാൻ അവർക്ക് പറ്റിയില്ല. കാരണം എന്ന് വെച്ചാൽ ഈ ശാപപ്രാർത്ഥന നടത്തുമ്പോൾ കള്ളം പറഞ്ഞ കക്ഷിയുടെയും കുടുംബത്തിൻ്റെയും മേൽ ശാപം വരുമെന്നും ശാപപ്രാർത്ഥനയ്ക്ക് നേതൃത്വം കൊടുത്തയാൾ 1 വർഷത്തിനുള്ളിൽ മരിച്ചു പോകുമെന്നും മുബാഹലയുടെ സമയത്ത് കൂടെ ഉണ്ടാകുന്ന കുടുംബാംഗങ്ങളെല്ലാം അപമൃത്യുവിനിരയാകുമെന്നുമാണ് അറബികളുടെ വിശ്വാസം. ക്രിസ്ത്യാനികളെ മുബാഹലയ്ക്ക് മുഹമ്മദ് വെല്ലുവിളിക്കുമ്പോൾ കൂടെ ഉണ്ടായിരുന്നത് മകൾ ഫാത്തിമയും മരുമകൻ അലിയും പേരക്കുട്ടികളായിരുന്ന ഹസനും ഹുസൈനുമായിരുന്നു. അത് നമുക്ക് ഹദീസിൽ കാണാം. എന്നാ ഹദീസ് വായിക്കാം. ആമിർ ഇബ്നു സഅദ് ഇബ്നു അബി വഖാസ് നിവേദനം. മുആവിയത്ത് ഇബ്നു അബി വഖാസ് സഅദിനോട് കൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു, അബൂ തുറാബിനെ, അതായത് അലിയെ ചീത്ത പറയാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? ഈ അബൂ തുറാബ് എന്ന് പറയുന്നത് അലിയുടെ മറ്റൊരു പേരാണ്. പൊടിയുടെ പിതാവ് എന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. ഇതെന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഹദീസ് നമുക്ക് കാണുന്നുണ്ട്. അലിയും ഫാത്തിമയും തമ്മിൽ വഴക്ക് കൂടിയിട്ട് അലി വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയിട്ട് ഒരു സ്ഥലത്ത് പോയിട്ട് അവിടെ കിടക്കുകയാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ പിന്നെ മുഹമ്മദ് വീട്ടിലേക്ക് വരും. വന്നു കഴിഞ്ഞപ്പോൾ ഫാത്തിമയോട് ചോദിക്കും, എവിടെ അലി എവിടെയെന്ന് ചോദിക്കുമ്പോൾ പറയും, അലി ഇങ്ങനെ വഴക്കൂടി ഇറങ്ങിപ്പോയി എന്ന് പറയും. അപ്പോൾ മുഹമ്മദ് അലിയെ അന്വേഷിച്ച് പോകും. അപ്പോൾ ചെല്ലുമ്പോൾ ഒരു സ്ഥലത്ത് നിലത്ത്, രാത്രിയാണ് ഈ സംഭവം, നിലത്ത് അലി കിടക്കുന്നത് കാണും. അപ്പോൾ അലിയുടെ ദേഹത്തൊക്കെ മണ്ണ് പറ്റിയിട്ടുണ്ട്. അപ്പോൾ മുഹമ്മദ് എന്നിട്ട് അബൂ തുറാബ്, പൊടിയുടെ പിതാവേ എന്ന് വിളിക്കുകയാണ്. അങ്ങനെയാണ് ഈ ഒരു പേര് അലിക്ക് കിട്ടുന്നത്. അപ്പോൾ ഈ അലീനെ ചീത്ത വിളിക്കുന്ന കാര്യമാണ്. ചീത്ത പറയാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം എന്ന് ചോദിക്കുന്നതിൻ്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറെ കുറേ പറയാനുള്ളൊരു സംഭവമാണ്. ഇത് മക്കയിലെ ഒരു പ്രമുഖ വ്യക്തിയായിരുന്നു അബൂ സുഫിയാൻ മുഹമ്മദിനെതിരെ ശക്തമായിട്ട് അവസാനം വരെ നിന്ന മനുഷ്യനാണ്. പിന്നെ അവസാനം കഴുത്തിൽ വാൾ വെച്ച് കഴിഞ്ഞപ്പോഴാണ് നിവൃത്തിയില്ലാതെ അബൂ സുഫിയാൻ ഇസ്ലാം മതം സ്വീകരിക്കുന്നത്. അബൂ സുഫിയാൻ്റെ ഉള്ളിൽ ഈ ഒരു പക അങ്ങനെ തന്നെ കിടന്നിരുന്നു. അബൂ സുഫിയാൻ്റെ മകനാണ് മുവാവിയയുടെ കാലത്ത്, മുവാവിയ അലി ഖലീഫയായിരിക്കുന്ന സമയത്ത് ഗവർണറായിരുന്നു. പിന്നീട് അലിയെ വെല്ലുവിളിച്ചുകൊണ്ട് മുവാവിയ സ്വയം ഖലീഫയായിട്ട് പ്രഖ്യാപിക്കും. അങ്ങനെ 2 ഖലീഫമാർ ഇസ്ലാമിക ചരിത്രത്തിൽ ഒരേ സമയം വരുന്നു. ഇവർ തമ്മിൽ ഫൈറ്റ്, പലപ്പോഴും യുദ്ധം നടക്കുന്നു, പല പ്രശ്നങ്ങളൊക്കെയാണ്. പിന്നെ അലി കൊല്ലപ്പെട്ട് കഴിഞ്ഞതിന് ശേഷം മുവാവിയ ഒരു കൽപ്പന കൊണ്ടുവരുന്നുണ്ട്. മുവാവിയയുടെ മക്കൾ അവർ കൊണ്ടുവരുന്നൊരു ഇതുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെള്ളിയാഴ്ചകളിൽ ഇവർ ജുമുഅ നിസ്കാരത്തിന് പോകുമല്ലോ, അത് കഴിഞ്ഞതിന് ശേഷം പ്രസംഗമുണ്ട്. മിമ്പറിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഈ അലിയെ ചീത്ത വിളിക്കണം, അലിയെ ശപിക്കണം, മറ്റുള്ളവർ ആമയും പറയണം. അങ്ങനത്തെ ഒരു പരിപാടി. അപ്പോൾ അങ്ങനെയുള്ള ആ ഒരു ഇതിലാണ് സഅദിനോട് ചോദിക്കുകയാണ്, അബൂ തുറാബിനെ ചീത്ത വിളിക്കാൻ നിങ്ങൾക്ക് എന്താണ് തടസ്സം? അപ്പോൾ സഅദ് പറയുകയാണ്, എന്താണ് പറയുന്നത്? അദ്ദേഹം പറഞ്ഞു, അള്ളാഹുവിൻ്റെ റസൂൽ അദ്ദേഹത്തോട്, അതായത് അലിയോട് പറഞ്ഞ 3 കാര്യങ്ങൾ ഓർക്കുമ്പോൾ അദ്ദേഹത്തെ ചീത്ത പറയാൻ കഴിയുകയില്ല. ആ 3 കാര്യങ്ങളിൽ ഒരെണ്ണമെങ്കിലും എനിക്കുണ്ടാകുന്നത് ചുവന്ന കുതിരക്കുട്ടി ഉണ്ടാകുന്നതിനേക്കാൾ എനിക്ക് പ്രിയപ്പെട്ടതാണ്. പ്രവാചകൻ ഒരു യുദ്ധഘട്ടത്തിൽ അദ്ദേഹത്തെ പ്രതിനിധിയാക്കിയപ്പോൾ നബി അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ കേൾക്കുകയുണ്ടായി. എന്നെ സ്ത്രീകൾക്കിടയിലും കുട്ടികൾക്കിടയിലുമാണോ നിർത്തുന്നത് എന്ന് അലി ചോദിച്ചപ്പോൾ നബി പറഞ്ഞു, മൂസാന്റെ അടുക്കൽ ഹാറൂനുള്ള സ്ഥാനം എൻ്റെ അടുക്കൽ നിനക്കുണ്ടാകുന്നത് നിന്നെ തൃപ്തനാക്കുന്നില്ലേ? പക്ഷെ എനിക്ക് ശേഷം ഒരു പ്രവാചകത്വമില്ല. ഖൈബർ യുദ്ധത്തിൽ നബി അദ്ദേഹത്തോട് പറഞ്ഞത് ഞാൻ കേട്ടു, ഇന്ന് അള്ളാഹുവിനെയും റസൂലിനെയും ഇഷ്ടപ്പെടുന്ന ഒരാളുടെ പക്കൽ ഞാൻ പതാക നൽകും. ഞങ്ങളെല്ലാവരും ആ പതാകയ്ക്ക് മോഹിച്ചു. അപ്പോൾ നബി പറഞ്ഞു, നിങ്ങൾ അലിയോട് എൻ്റെ അടുത്ത് വരാൻ പറയൂ. അപ്പോൾ അദ്ദേഹത്തെ അവിടെ കൊണ്ടുവന്നു. അദ്ദേഹത്തിന് ചെങ്കണ്ണായിരുന്നു. അപ്പോൾ നബി അദ്ദേഹത്തിൻ്റെ 2 കണ്ണിലും തുപ്പി പതാക അദ്ദേഹത്തിൻ്റെ കൈവശം നൽകി. അള്ളാഹു അദ്ദേഹം മുഖേന വിജയം നൽകി. ഇത് 2ാമത്തെ സംഭവം. ഇനി 3ാമതായിട്ട് സഅദ് പറയുന്നത് എന്താണെന്ന് കേട്ടോ. അവരോട് പറയുക, വരൂ, നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും വിളിക്കുക എന്ന വചനം ഇറങ്ങിയപ്പോൾ നബി അലിയെയും ഫാത്തിമയെയും ഹസനെയും ഹുസൈനെയും വിളിച്ചു വരുത്തി. എന്നിട്ട് പറഞ്ഞു, ഇവരാണ് എൻ്റെ ആളുകൾ. സ്വഹീഹ് മുസ്ലിം വാല്യം 3 ഭാഗം 44 ഹദീസ് നമ്പർ 32. ഈ അവസാനം പറഞ്ഞ കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചോ? നമ്മുടെ മക്കളെയും നിങ്ങളുടെ മക്കളെയും വിളിക്കുക എന്നവിടെ പറഞ്ഞിരിക്കുന്നത് സൂറ 3ന്റെ 61 ഈ മുബാഹലയോട് ബന്ധപ്പെട്ടിട്ടുള്ള ആയത്താണ്. ആ കാര്യമാണ് ആ പറയുന്നത്. അപ്പോൾ അലി, ഫാത്തിമ, ഹസൻ, ഹുസൈൻ
എന്നീ ആളുകളെയാണ് മുഹമ്മദ് തൻ്റെ കുടുംബമായി ഈ നജ്റാൻ ക്രിസ്ത്യാനികളുടെ മുമ്പിൽ നിർത്തുന്നത്. ഇവരാണ് എൻ്റെ കുടുംബക്കാരെന്നും പറഞ്ഞിട്ട്. ശപിക്കാൻ ഞങ്ങൾക്ക് പ്രമാണമില്ല എന്ന് പറഞ്ഞ് നജ്റാൻ ക്രിസ്ത്യാനികൾ തിരിച്ചുപോയെങ്കിലും മുബാഹലയ്ക്കുള്ള വെല്ലുവിളി മുഹമ്മദിനും കുടുംബത്തിനും നേരെ തിരിച്ചടിക്കുന്ന ചരിത്രമാണ് പിന്നീട് നാം കാണുന്നത്. ഈ സംഭവത്തിന് ശേഷം 1 കൊല്ലം തികയുന്നതിന് മുമ്പേ ഹിജ്റ 10 മുഹമ്മദ് മരിച്ചു. മുഹമ്മദ് മരിച്ച് 6 മാസം കഴിഞ്ഞപ്പോഴേക്കും ഫാത്തിമയും കൊല്ലപ്പെടുകയാണ്. ആ കൊലയ്ക്ക് ഉത്തരവാദി മുസ്ലിങ്ങൾ തന്നെ. അതിനുശേഷം അലി മുസ്ലിങ്ങളുടെ കയ്യാൽ കൊല്ലപ്പെട്ടു. പിന്നെ ഹസനെ ഈ ഷിയാക്കളുടെ ഹദീസുകൾ പ്രകാരം മുആവിയ വിഷം കൊടുത്തു കൊന്നു. അത് കഴിഞ്ഞ് ഹുസൈനെ കർബലയിൽ വെച്ച് മുസ്ലിങ്ങൾ തന്നെ കൊല്ലുകയാണ്, മുസ്ലിങ്ങളുടെ കയ്യാൽ തന്നെ കൊല്ലപ്പെടുകയാണ്. ഇങ്ങനെ മുഹമ്മദിൻ്റെ കുടുംബത്തെ മുച്ചൂടും മുടിപ്പിച്ചത് ക്രിസ്ത്യാനികളോ യഹൂദന്മാരോ ബഹുദൈവ ആരാധകരോ ഒന്നുമല്ല, മുസ്ലിങ്ങൾ തന്നെയാണ്. വാളെടുത്തവൻ വാളാൽ എന്ന് ഞങ്ങളുടെ കർത്താവ് പറഞ്ഞിട്ടുള്ളത് വെറുതെ ഒന്നുമല്ല. മനസ്സിലായി? ഇങ്ങനെയൊക്കെയുള്ള ഓരോരോ സംഭവങ്ങൾ കാണുമ്പോഴാണ് നമുക്കത് കൃത്യമായിട്ട് മനസ്സിലാകുന്നത്. അതൊന്നും വെറുതെ പറഞ്ഞല്ലാന്ന്. ഏതായാലും മുബാഹല മുഹമ്മദിന് തന്നെയാണ് കിട്ടിയത്. ഒരു ആശയ സംവാദത്തിൽ ഏർപ്പെട്ടതിൻ്റെ അനന്തരഫലം ഇത്രയ്ക്കും കാഠിന്യം നിറഞ്ഞതായിരിക്കുമെന്ന് മുഹമ്മദ് ഒരിക്കലും ചിന്തിച്ചു കാണില്ല. അങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇദ്ദേഹം ഒരിക്കലും ഇവരുമായിട്ട് തർക്കിക്കാനേ പോവില്ലായിരുന്നു. ആരംഭത്തിൽ തന്നെ അങ്ങ് വെട്ടിക്കൊന്ന് കളഞ്ഞാനായിരുന്നു എല്ലാത്തിനെയും. ഇതിങ്ങനെയൊക്കെയാണ് ഭാവിയിൽ സംഭവിക്കാൻ പോകുന്നത് അറിഞ്ഞിരുന്നതെങ്കിൽ. ഏതായാലും ഈ കഥകളൊന്നും പരിഷ്കൃത മനുഷ്യർ അറിയരുതെന്ന ആഗ്രഹത്താലാണ് ഇവർ ഈ ഹദീസുകളും സീറകളും സമ്പൂർണ്ണ രൂപത്തിൽ മലയാളത്തിലോ മറ്റു ഭാഷകളിലേക്കോ ഒന്നും പരിഭാഷപ്പെടുത്താത്തത്. അറബിയിൽ തന്നെ ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ എത്ര പേർക്ക് പറ്റും? എത്ര മുസ്ലിങ്ങൾക്ക് പറ്റും ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കാൻ? അപ്പോൾ അറിയില്ല, ആ പാവങ്ങളൊക്കെ ഞങ്ങളുടെ നബി വലിയ സംഭവമാണ് എന്നും വിചാരിച്ചുകൊണ്ട് നടക്കും. പക്ഷേ യഥാർത്ഥത്തിൽ അങ്ങനെയല്ല. പ്രമാണത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അറിയാം അങ്ങനെയൊന്നും അല്ലാന്ന്. ഇനി ഹദീസുകൾ മാത്രമല്ല, ഖുർആനും മറ്റു ഭാഷകളിലേക്ക് പരിഭാഷപ്പെടുത്തുന്നതിനെ മുസ്ലിങ്ങളിൽ ഒരു വിഭാഗം ശക്തമായിട്ട് വിലക്കുന്നുണ്ട്. ഇങ്ങനെ പരിഭാഷപ്പെടുത്താൻ പാടില്ല എന്ന് പറഞ്ഞ് ചില ഉസ്താദുമാരെയൊക്കെ പ്രസംഗിക്കുന്നത് കേട്ടിട്ടില്ലേ? ആവശ്യമില്ലാതെ ഇത് പരിഭാഷപ്പെടുത്തിയിട്ട് ഇസ്ലാമിൻ്റെ ശത്രുക്കൾക്ക് വടി കൊണ്ടു കൊടുത്തിരിക്കുകയാണ് അടിക്കാൻ വേണ്ടി എന്നൊക്കെ പറഞ്ഞിട്ട് ഉസ്താദുമാർ പ്രസംഗിക്കുന്നത് നിങ്ങൾ കേട്ടുകാണെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ക്ലിപ്പൊക്കെ വൈറലായിരുന്നു. അപ്പോൾ അവരങ്ങനെയൊക്കെ പറയുന്നതിൻ്റെ കാരണം ഇതാണ്. ഖുർആൻ ദൈവവചനമാണെന്നൊക്കെ പറഞ്ഞാണ് മുസ്ലിങ്ങൾ നടക്കുന്നത്. പക്ഷെ ശത്രുക്കളുടെ ചോദ്യത്തിന് മുമ്പിൽ പിടിച്ചു നിൽക്കാനുള്ള ശേഷി ഖുർആനിനില്ല എന്ന സത്യം മുസ്ലിങ്ങൾ മനസ്സിലാക്കിയിട്ടില്ല. മുഹമ്മദ് അത് പണ്ടേ മനസ്സിലാക്കിയിരുന്നു. അതുകൊണ്ടാണ് മുഹമ്മദ് പറഞ്ഞത്, നിങ്ങൾ ഖുർആനുമായി ശത്രു രാജ്യത്തേക്ക് യാത്ര ചെയ്യരുത്. ഖുർആൻ ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുന്നതിനെ കുറിച്ച് എനിക്ക് ഭയമുണ്ട് എന്ന് മുഹമ്മദ് പറഞ്ഞത്. ഇത് വെറും പൊള്ളയാണ്. ഇത് നിങ്ങൾ ബൈബിളുമായിട്ടൊന്ന് താരതമ്യപ്പെടുത്തി നോക്കണം. ലോകത്തെ 100 കണക്കിന് ഭാഷകളിൽ ലിപി ഉണ്ടാക്കിയത് ക്രിസ്ത്യൻ മിഷണറിമാരാണ്. ഇന്നത്തെ പ്രമുഖമായ പല ഭാഷകളും അതല്ലാതെ ഗോത്ര ഭാഷകൾ 100 കണക്കിനൊന്നുമല്ല, ആയിരക്കണക്കിനെന്ന് തന്നെ പറയാം. ആയിരക്കണക്കിന് ഭാഷകളിൽ ലിപി ഉണ്ടാക്കിയത്. ഇന്നും ലിപി ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന ധാരാളം ആളുകളുണ്ട്. എനിക്ക് തന്നെ അറിയാവുന്ന ചില വ്യക്തിപരമായിട്ട് അറിയാവുന്ന ചില മിഷണറിമാരുണ്ട്. ഓരോ പ്രദേശത്ത് ഗോത്ര പ്രദേശങ്ങളിലൊക്കെ ചെന്നിട്ട് അവിടെ ചിലപ്പോൾ 2-3 ലക്ഷം ആൾക്കാരുണ്ടാവുള്ള ആ ഭാഷ സംസാരിക്കുന്നവർ. പക്ഷെ അവർക്ക് വേണ്ടിയിട്ട്, ആ 3 ലക്ഷം ആൾക്കാർക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ 2 ലക്ഷം ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇവർ ലിപി ഉണ്ടാക്കുകയാണ് അവരുടെ ഭാഷയിൽ. എന്തിനാണ്? അത് ബൈബിളും ആ ഭാഷയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ്, പരിഭാഷപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. മനസ്സിലായോ? ബൈബിൾ ആ ഭാഷകളിലേക്ക് തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ ലിപി ഉണ്ടാക്കുന്നത്. ഇന്നും ഇന്ത്യയിലെ പല ഗോത്രഭാഷകളിലും ക്രിസ്ത്യാനികൾ ലിപി തയ്യാറാക്കുകയും ആ ഭാഷകളിലേക്ക് ബൈബിൾ പരിഭാഷപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. ഇന്ത്യയിലെ മറ്റു ഭാഷകളുടെ കാര്യമൊക്കെ വിടും. നമുക്ക് നമ്മുടെ മലയാള ഭാഷയുടെ കാര്യം തന്നെ എടുക്കാം. നാം ഇന്ന് ഉപയോഗിക്കുന്ന ഗദ്യമുണ്ടല്ലോ, എഴുതാൻ വേണ്ടി സാഹിത്യത്തിൽ നമ്മൾ ഉപയോഗിക്കുന്ന, ഇപ്പോൾ ഒരു കത്ത് എഴുതുന്നു അല്ലെങ്കിൽ വേറെ എന്തോ, ആ എഴുത്ത്, ഇത് എന്തെഴുതാനായാലും ഉപയോഗിക്കുന്ന ഗദ്യം, ഇത് മിഷണറിമാർ രൂപപ്പെടുത്തിയെടുത്തതാണ്. ഇതിനെ പാതിരി ഗദ്യം അല്ലെങ്കിൽ മിഷണറി ഗദ്യം എന്നൊക്കെയാണ് അന്ന് കാലത്ത് കളിയാക്കി വിളിച്ചിരുന്നത്. ഇന്നത്തെ കാലത്ത് ഒരു കത്ത് എഴുതുന്നുണ്ടെങ്കിൽ പോലും എങ്ങനെയാണ് എഴുതുന്നത് അറിയാമോ? പദ്യരൂപത്തിലാണ്. പഴയ സാഹിത്യങ്ങൾ, മണിപ്രവാളത്തിലൊക്കെയുള്ള സാഹിത്യങ്ങളൊക്കെ എടുത്താൽ അറിയാം. ഇവിടെയുള്ള അന്നത്തെ സാഹിത്യ തമ്പുരാക്കന്മാർ സംസ്കൃതത്തിലും മണിപ്രവാളത്തിലും പദ്യരൂപത്തിൽ മാത്രമേ അവർ സാഹിത്യരചന നടത്തിയിരുന്നുള്ളൂ. മലയാളത്തിൽ എഴുതുന്നത് അധകൃത സാഹിത്യമായാണ് അത് അവർ പരിഗണിച്ചിരുന്നത്. അത് മണിപ്രവാളവും അല്ലെങ്കിൽ സംസ്കൃതവും അല്ലാതെ ശുദ്ധ മലയാളത്തിൽ എഴുതുന്നൊരു അധകൃത സാഹിത്യമായിട്ടാണ്. ഇനി മണിപ്രവാളത്തിൽ എഴുതുമ്പോൾ തന്നെ അതെങ്ങനെ പദ്യരൂപത്തിലാണ്. കുറേ സന്ദേശകാവ്യങ്ങളുണ്ട്. കത്തെഴുതുകയാണ്, കാമുകിക്ക് മറ്റാർക്കെങ്കിലൊക്കെ വേണ്ടി കത്തെഴുതുന്നത്. ഈ എഴുത്തെല്ലാം പദ്യരൂപത്തിലാണ് വന്നിരിക്കുന്നത്. അങ്ങനെയാണത് അന്നത്തെ കാലത്ത് സാഹിത്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ മിഷണറിമാർ വന്നിട്ടാണ് എന്ത് ചെയ്തത്? മലയാളികളുടെ അവരുടെ സംസാര ഭാഷയായ മലയാളത്തിൽ തന്നെ ആ ഗദ്യരൂപത്തിൽ കാര്യങ്ങൾ എഴുതാൻ പഠിപ്പിക്കുന്നത്.
അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? മലയാള വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിച്ചു, മലയാള നിഘണ്ടു എഴുതി. ഇങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ അവർ ഭാഷയ്ക്ക് വേണ്ടി നൽകി. എന്തിനു വേണ്ടിയാണ് ഒരു പുരുഷായുസ് മുഴുവൻ അവർ മലയാള ഭാഷ പഠിക്കേണ്ടതിനും പഠിപ്പിക്കേണ്ടതിനും ചെലവിട്ടത്? എന്തിനു വേണ്ടിയാ? ഒരു ഉത്തരമേ ഉള്ളൂ. ഗദ്യരൂപത്തിൽ മലയാള ഭാഷയിൽ ബൈബിൾ പുറത്തിറങ്ങുമ്പോൾ വായനക്കാരന് അർത്ഥം സുവ്യക്തമായി പിടികിട്ടണം. അതിനുവേണ്ടി മാത്രമാണ്, വേറൊന്നിനുമല്ല. വേറെ എന്തിനു വേണ്ടി? ഇവരൊക്കെ അവിടെ പലരും പ്രഭുക്കന്മാരൊക്കെ ആയിരുന്നു, പല മിഷണറിമാരും. എല്ലാവരും അല്ലെങ്കിലും പല മിഷണറിമാരും പ്രഭു കുടുംബങ്ങളിലൊക്കെ ജനിച്ച് വീണിട്ടുള്ള ആൾക്കാരാണ്. അതുപോലെ അന്നത്തെ പല കന്യാസ്ത്രീമാരും പ്രഭു കുടുംബങ്ങളിൽ പ്രഭി, അതായത് ലേഡി എന്ന് പറയുന്ന സ്ഥാനമുണ്ട് അവിടെ, ലോഡ് അതുപോലെ തന്നെ ലേഡി എന്ന് പറയുന്ന 2 സ്ഥാനങ്ങൾ. അപ്പോൾ ഈ ലോഡ്സ് ആയിരിക്കുന്ന പലരും ഇവിടെ വന്നിട്ടുണ്ട് മിഷണറിമാരായിട്ട്, ലേഡി ആയിരിക്കുന്നവരും വന്നിട്ടുണ്ട്. പല കന്യാസ്ത്രീമാരും അങ്ങനെയുള്ളവരൊക്കെ ആയിരുന്നു. അവരൊക്കെ ഇവിടേക്ക് വന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? അവർക്ക് നാട് വിട്ടു പോകാൻ താല്പര്യം ഉണ്ടായിട്ടൊന്നുമല്ല. ക്രിസ്തുവിനോടുള്ള സ്നേഹം, ക്രിസ്തുവിൻ്റെ സ്നേഹം അവരെ നിർബന്ധിച്ചുകൊണ്ട് മാത്രം വന്നതാണ്. മനസ്സിലായി? ക്രിസ്തുവിൻ്റെ സ്നേഹം. അവരുടെ ഭൂഖണ്ഡം വിട്ട് വേറൊരു ഭൂഖണ്ഡത്തിലേക്ക് വരുന്നു. വേറൊരു സംസ്കാരം, വേറൊരു ഭാഷ, വേറൊരു കാലാവസ്ഥ, എല്ലാം സ്വന്തം നാട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇവിടെ വന്ന് പല ആളുകളും ആദ്യകാലത്തൊക്കെ മലമ്പനിയും പല രോഗങ്ങളും പിടിച്ച് അവർ മരിച്ചു പോയിട്ടുണ്ട്. പല ആളുകളും ഇത് മരിച്ചെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് അടുത്ത ആൾക്കാരൊക്കെ വരുന്നത്. പ്രത്യേകിച്ച് ഈ മെഡിക്കൽ ഫീൽഡിലേക്ക് വന്ന മെഡിക്കൽ മിഷണറിമാരുമായി വന്ന പല ആളുകളും ഇവിടെയൊക്കെ വല്ല വസൂരി പോലെയുള്ള പകർച്ചവ്യാധിയൊക്കെ പിടിപെടുമ്പോൾ ആ പകർച്ചവ്യാധിയുടെ സമയത്ത് ഇവിടെ ഉണ്ടായിരുന്ന വൈദ്യന്മാരെല്ലാം അല്ലെങ്കിൽ തന്നെ ജാതിയുടെ പേരിൽ അയിത്തമുണ്ട്, അകൽച്ചയിലാണ് നിൽക്കുന്നത്. ഇങ്ങനെയുള്ള പകർച്ചവ്യാധി വരുന്ന സമയത്ത് അവർക്ക് പിന്നെ അടുക്കാനും കൂടി പറ്റിയാൽ അവർ മാറി നിൽക്കുകയാണ്. ആ സമയത്തെല്ലാം അതിലേക്ക് ചെന്ന് അവരെ രോഗികളെ ശുശ്രൂഷിക്കുകയും ആ രോഗം പകർന്ന് മരിച്ചു പോവുകയൊക്കെ ചെയ്തിട്ടുള്ള ധാരാളം മെഡിക്കൽ മിഷണറിമാരുണ്ട്. ഇന്ന് എന്തുകൊണ്ടാണ് മറ്റ് ജോലികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഡോക്ടർമാർക്ക് ഭയങ്കര ബഹുമാനം കിട്ടുന്നത് നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടോ? ഡോക്ടർമാരും ചെയ്യുന്നത് ഒരു ജോലിയാണ്, മറ്റ് അവരുടെ ഉപജീവനത്തിന് വേണ്ടി അവർ ജോലി ചെയ്യുന്നു, അത്രയല്ലേ ഉള്ളൂ. പക്ഷെ എന്തുകൊണ്ട് ഈ അധ്യാപകൻ അതുപോലെ ഡോക്ടർ എന്നുള്ളവർക്കൊക്കെ ഇത്രയും ബഹുമാനം കിട്ടുമെന്ന് വെച്ചാൽ അതിൻ്റെ കാരണം മിഷണറിമാരുണ്ടാക്കി വച്ച ബഹുമാനമാണത്. ഇന്നത്തെ കാലത്ത് മിഷണറിമാർ ജീവൻ പണയം വെച്ചിട്ടാണ് ഇങ്ങനെയുള്ള രോഗികളെയൊക്കെ പോയി കണ്ട് അവരെ ചികിത്സിക്കുകയൊക്കെ ചെയ്തിരുന്നത്. അന്ന് കൊടുക്കാൻ തുടങ്ങിയ ബഹുമാനമാണ്. ആ ബഹുമാനമാണ് ഇന്നും നിലനിന്ന് പോകുന്നത്. ഇന്ന് അധികം നാളിനെ നിൽക്കുമെന്ന് തോന്നുന്നില്ല. അതുപോലെ കഴുത്തറപ്പാണ് ഡോക്ടർമാർ ചെയ്യുന്നത്, അത് വേറെ കാര്യം. പക്ഷേ ആ ബഹുമാനം കിട്ടാനുള്ള കാരണം ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇവരിതൊക്കെ വന്ന് ഇങ്ങനെയൊക്കെ ചെയ്തത് എന്തിനു വേണ്ടിയാണ്? ഈ സുവിശേഷം അറിയിക്കുക എന്നുള്ള ഒറ്റ ഉദ്ദേശത്തിൽ മാത്രമാണ്. മനസ്സിലായോ? അതിനുവേണ്ടി അവരെന്ത് ചെയ്തു? ബൈബിൾ ഓരോ സ്ഥലത്ത് ചെല്ലുന്ന അവിടെയുള്ള ആൾക്കാർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ അത് പരിഭാഷപ്പെടുത്തി അവരുടെ കയ്യിൽ കൊടുക്കുകയാണ്, തർജ്ജമ ചെയ്ത് കൊടുക്കുകയാണ്. യേശുക്രിസ്തുവിലൂടെ സൗജന്യമായി പാപമോചനം കിട്ടുമെന്നുള്ള ദൈവത്തിൻ്റെ മഹാസന്ദേശം ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി ക്രിസ്ത്യൻ മിഷണറിമാർ ലോകത്തിൻ്റെ പല കോണുകളിൽ ഭാഷകൾക്ക് ലിപിയുണ്ടാക്കാനും വ്യാകരണ ഗ്രന്ഥങ്ങൾ രചിക്കാനും തങ്ങളുടെ ജീവിതം ഒഴിഞ്ഞു വെച്ചപ്പോൾ അള്ളാഹുവിൻ്റെ ദൂതൻ പറയുകയാണ്, ഞാൻ കൊണ്ടുവന്ന ഈ സന്ദേശം ശത്രുക്കളുടെ കയ്യിൽ അകപ്പെടുന്നതിനെക്കുറിച്ച് എനിക്ക് പേടിയുണ്ടെന്ന്. ഇത് ശത്രുക്കളൊന്നും കാണാൻ പാടില്ല. ഇസ്ലാമിൽ വിശ്വസിച്ച് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ആൾക്കാർ ഇത് കാണാൻ പാടുള്ളൂ. അറബി ഭാഷ അറിയുന്ന അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ് ഖുർആൻ എന്നാണ് മുഹമ്മദ് ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. അതും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ഇത് അറബിയിലുള്ള സാധനം, ഇത് പരിഭാഷപ്പെടുത്തി കൊടുക്കരുത്, അറബിയിൽ തന്നെ കൊടുക്കണം. അറബി അറിയുന്നവർ വായിച്ച് മനസ്സിലാക്കിയാൽ മതി. അറബികൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്, അല്ലാതെ മുഴു ലോകത്തിനും വേണ്ടിയിട്ടുള്ളതൊന്നുമല്ല. ഈ ചരിത്ര വസ്തുതയൊക്കെ മൂടി വെച്ചിട്ടാണ് ഇന്നത്തെ ദാവാ പ്രസംഗകർ ഖുർആൻ മുഴു ലോകത്തിനും വേണ്ടിയുള്ള അള്ളാഹുവിൻ്റെ സന്ദേശമാണ് എന്നൊക്കെ നിർലജ്ജം ഗിർവാണം അടിക്കുന്നത്. ഒരു ഉളുപ്പില്ലാതെ അവർ തട്ടിവിടുന്നുണ്ടല്ലോ. പക്ഷേ മുഹമ്മദ് മനസ്സിലാക്കിയത് അങ്ങനെയല്ല. മുഹമ്മദ് മനസ്സിലാക്കിയത് ഇത് അറബി അറിയാവുന്ന ആൾക്കാർക്ക് വേണ്ടി മാത്രമുള്ളതാണ്. അതും അറബി അറിയാവുന്നവർ ഇസ്ലാം സ്വീകരിച്ചു കഴിഞ്ഞതിന് ശേഷമേ ഇത് വായിക്കാൻ പാടുള്ളൂ. അതിനു മുമ്പ് ഇസ്ലാമിൻ്റെ ശത്രുക്കളായി നിൽക്കുന്ന സമയത്ത്, അല്ലെങ്കിൽ ഇസ്ലാം സ്വീകരിക്കാതെ നിൽക്കുന്ന സമയത്ത് ഇത് അവൻ്റെ കയ്യിൽ എത്താനും പാടില്ല. ഇങ്ങനെയാണ് മുഹമ്മദ് ചിന്തിച്ചിരുന്നത്. പക്ഷേ യഥാർത്ഥ ദൈവത്തിൻ്റെ സന്ദേശമാണെങ്കിൽ അങ്ങനെ മുഹമ്മദ് ഒരിക്കലും പറയില്ല. യഥാർത്ഥ ദൈവം, സത്യദൈവം ആഗ്രഹിക്കുന്നത് എന്താണ്? തൻ്റെ സന്ദേശം ജനങ്ങളിൽ എത്തണമെന്നാണ്. അതറിയാവുന്നതുകൊണ്ടാണ് ക്രൈസ്തവർ എന്ത് ചെയ്തത്? സുവിശേഷവുമായിട്ട് ലോകത്തിൻ്റെ പല കോണുകളിലേക്ക് പോയി. സുവിശേഷം അറിയിക്കുന്നതിന് വേണ്ടി പലയിടത്തും ഭാഷകൾക്ക് ലിപിയുണ്ടാക്കി ഭാഷകളെ അവർ കൃത്യമായിട്ട് രൂപപ്പെടുത്തിയെടുത്തു. ഇതൊക്കെ ആ ഭാഷകളിലേക്ക് ബൈബിള് തർജ്ജമ ചെയ്യാൻ വേണ്ടി മാത്രമാണ്, വേറൊന്നിനുമല്ല. അല്ലാതെ യൂറോപ്പിൽ കിടക്കുന്ന ആൾക്കാർക്ക് ഇവിടെ വന്ന് മലയാളം പഠിച്ച് മലയാളികളെ മലയാളത്തിൽ ഗദ്യമൊക്കെ എഴുതാൻ പഠിപ്പിക്കേണ്ട ഒരാവശ്യമില്ല സുഹൃത്തെ, ഒരാവശ്യമില്ല. എന്തായാലും ഇൻ്റർനെറ്റിൻ്റെ വരവോടുകൂടി വിവരങ്ങൾ പഴയതുപോലെ മൂടി വയ്ക്കാൻ പറ്റാത്തതൊക്കെ ഇസ്ലാമിൻ്റെ ശവക്കുഴി കൊണ്ടുന്ന അവസ്ഥയിൽ എത്തിച്ചിട്ടുണ്ട്. മുഹമ്മദ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഇതൊന്നും നമുക്കറിയില്ലായിരുന്നല്ലോ. നമ്മളൊക്കെ ഈ ഹദീസുകളൊക്കെ വായിച്ചു കഴിഞ്ഞപ്പോഴല്ലേ അറിയുന്നത് ഇത് അറബികൾ മാത്രം വായിക്കേണ്ട സാധനമാണ്, ഇത് മറ്റുള്ളവരുടെ കയ്യിലെത്താൻ പാടില്ല എന്ന് മുഹമ്മദ് പറഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യമൊക്കെ
നമ്മൾ ഹദീസുകളൊക്കെ വായിച്ചപ്പോൾ അറിഞ്ഞു. പക്ഷേ വായിച്ച കാര്യം മറ്റുള്ളവരോടൊക്കെ അറിയിക്കണമെങ്കിൽ എന്താണ് വഴി? ഇൻ്റർനെറ്റ് വന്നു കഴിഞ്ഞപ്പോഴാണ് അത് സാധ്യമായത്. അതിനു മുമ്പ് ഇതൊക്കെ അറിയാവുന്ന ആളുകൾ മിണ്ടാതിരിക്കുകയായിരുന്നു, പറയാനൊരു വേദി ഉണ്ടായിരുന്നില്ല, ഒരു പ്ലാറ്റ്ഫോം ഉണ്ടായില്ല. പക്ഷെ ഇപ്പോൾ ആ പ്രശ്നമില്ല, ഇപ്പം ഞങ്ങൾക്കിത് പറയാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ആശയ സംവാദ മേഖലയിലെ ഇസ്ലാമിൻ്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇതാണ്. മുഹമ്മദൊക്കെ കാണിച്ചു കൊടുത്ത ഈ ഒരു സംഭവമാണ്, ഈ മാതൃകയാണ്. എതിരാളികളോട് ആശയ സംവാദം നടത്തി പിടിച്ചു നിൽക്കാൻ മുഹമ്മദിൻ്റെ കാലം മുതലേ മുസ്ലിങ്ങൾക്ക് കഴിഞ്ഞിട്ടില്ല. ഇസ്ലാമിനെ കുറിച്ച് അറിവില്ലാത്ത ആളുകളെ ആശയ സംവാദം നടത്തി പറ്റിക്കാൻ ഇവർക്ക് പറ്റിയിട്ടുണ്ട് കേട്ടോ, അത് കഴിഞ്ഞിട്ടുണ്ട്. സംവാദമൊക്കെ നോക്കിക്കഴിഞ്ഞാലേ ലോകത്ത് ഏത് ഭാഷയിലായാലും ഇവന്മാർ സ്ഥിരം എടുക്കുന്നൊരു ടെക്നിക്ക് ഉണ്ട്. ഇവർക്ക് ഉത്തരം മുട്ടിക്കഴിയുമ്പോൾ ഒരു സ്ഥിരം എടുക്കുന്നൊരു ടെക്നിക്ക് എന്താണെന്നറിയോ? അറബിയിൽ അങ്ങോട്ട് ചൊല്ലും. അറബിയിൽ അങ്ങ് ചൊല്ലിയിട്ട് പിന്നെ അതിന് ഇവർ തന്നെ അങ്ങ് അർത്ഥം കൊടുക്കും. ഇവർ ഈ പറയുന്ന ഈ അർത്ഥം ശരിയാണോ തെറ്റാണോ എന്ന് എതിരാളിക്ക് പരിശോധിച്ച് നോക്കാൻ ഒരു റെഫറൻസും അവർ കൊടുക്കില്ല, ഒരു റെഫറൻസും ഇല്ല. ഇപ്പം ഞങ്ങൾ മുസ്ലിങ്ങളുമായിട്ട് ഡിബേറ്റ് നടത്തും, മുസ്ലിങ്ങളെന്നല്ല ഏതൊരു കൂട്ടരുമായിട്ട് ഞങ്ങൾ ഡിബേറ്റൊക്കെ നടത്തുന്ന സമയത്ത്, പ്രത്യേകിച്ച് ഓൺലൈനിൽ ഞങ്ങൾ ഡിബേറ്റ് നടത്തുമ്പോൾ ഫേസ്ബുക്കിലോ അല്ല വാട്സാപ്പിലോ ഒക്കെ ഞങ്ങൾ ഡിബേറ്റ് നടത്തുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ചില പരിഭാഷ കൃത്യമായിരിക്കില്ല, മൂലഭാഷയോട് യോജിച്ച വിധത്തിലായിരിക്കില്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഞങ്ങൾക്കറിയാം മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം വേറെയാണ്. വേറെ എന്നുള്ളതല്ല, ഇതിനേക്കാളും കൃത്യമായിട്ട്, ഇപ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചും കൂടി കൃത്യമായിട്ട് വേറെ അർത്ഥമുണ്ട്. അപ്പോൾ അതറിയാവുന്നതുകൊണ്ട് ഞങ്ങൾ പറയും, നിങ്ങൾ ഈ പറഞ്ഞ അർത്ഥം മാത്രമല്ല, അത് അല്പം കൂടെ കൃത്യമായിട്ട് വേറൊരർത്ഥം അതിനുണ്ട് എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ ആ ഇത് കൊടുക്കുന്നത് ചുമ്മാ കൊടുക്കുന്നതല്ല, അതിൻ്റെ സ്ക്രീൻഷോട്ട് സഹിതമാണ് ഞങ്ങൾ കൊടുക്കുക. ആ ഡിക്ഷണറിയിൽ നിന്ന് ആ ഭാഗം സ്ക്രീൻഷോട്ട് എടുത്തിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കും ഞങ്ങൾ. ഇത് നിങ്ങൾ ഈ സൈറ്റിൽ കയറി നോക്കുക, ഇത് ഗ്രീക്ക് ഇംഗ്ലീഷ് ലെക്സിക്കൻ ഡിക്ഷണറിയുടെ ലിങ്കാണ്, അല്ലെങ്കിൽ ഹീബ്രു ഇംഗ്ലീഷ് ലെക്സിക്കൻ ഡിക്ഷണറിയുടെ ലിങ്കാണ്. നിങ്ങൾ ഇവിടെ കയറി നോക്കുക, ഇതിനകത്ത് ഉണ്ടെന്നും പറഞ്ഞ് ഞങ്ങൾ ലിങ്ക് സഹിതമൊക്കെയാണ് ഞങ്ങൾ കൊടുക്കുന്നത്. അതിന് ഞങ്ങൾ കൊടുക്കുന്നതെന്ന് അറിയാമോ? ഒന്ന്, ഞങ്ങളുടെ ഭാഗത്ത് സത്യമുള്ളതുകൊണ്ടാണ് ഞങ്ങൾ പറയുന്നത് 100% സത്യമാണെന്ന് ഞങ്ങൾക്ക് ഉറപ്പുള്ളതുകൊണ്ട് അത് തെളിവായിട്ട് കൊടുക്കുന്നു. രണ്ടാമത്തെ കാര്യം, ഇവരെന്തായാലും ഇത് പരിശോധിച്ച് നോക്കും. ഞങ്ങൾ ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടൊന്നും കാര്യമൊന്നുമില്ല, അതിൻ്റെ അർത്ഥം ഇങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. ഈ എതിരാളി പരിശോധിച്ച് നോക്കും, അവൻ എങ്ങനെയായാലും തപ്പി കണ്ടുപിടിക്കും. കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ട് ഇല്ലാത്ത കാര്യമാണ് ഞങ്ങൾ പറഞ്ഞതെങ്കിൽ അവൻ ഞങ്ങളെ പരിഹസിച്ച് കൊല്ലും. പിന്നെ ഞങ്ങൾക്ക് ധാർമ്മികമായിട്ടൊരു ഡിബേറ്റിൽ ആരുടെ മുമ്പിൽ നിൽക്കാനുള്ള ഇതില്ലാണ്ടായി പോസ്റ്റ്, ആ ഒരു ശേഷി ഞങ്ങളെ നഷ്ടപ്പെട്ടു പോകും. അത് ഞങ്ങൾക്കറിയാം. അവനെന്തായാലും കണ്ടുപിടിക്കുന്ന ഉറപ്പാണ്. എന്തിനാ പിന്നെ അവൻ്റെ സമയം വെറുതെ കളയുന്നു? നേരെ പോയി നീ നോക്കിക്കോന്നും പറഞ്ഞ് ഞങ്ങളത് കൊടുക്കുകയാണ്. പക്ഷേ ഇവരത് ചെയ്യില്ല, മുസ്ലിങ്ങൾ ഒരിക്കലും ചെയ്യില്ല. അവർ ഉത്തരം മുട്ടുമ്പോൾ അറബി എടുത്ത് വീശും, എന്നിട്ട് അതിൻ്റെ അർത്ഥം അവർ തന്നെ പറയും. അതല്ലാതെ ഔദ്യോഗികമായി ലോകം അംഗീകരിക്കുന്ന ഏതെങ്കിലും ഡിക്ഷണറിയിലുള്ള അർത്ഥമാണ് ഇതെന്ന് പറഞ്ഞ് അവർ കാണിക്കുകയില്ല. അവർ പറയുന്ന അർത്ഥമാണ്. അതായത് അങ്ങനെ അർത്ഥം പറഞ്ഞ് ഇവർ രക്ഷപ്പെട്ടു പോകും. എതിർവശത്തുള്ള ആൾക്ക് അറബി അറിയില്ല എന്നുണ്ടെങ്കിൽ പിന്നെ എളുപ്പമായി. അങ്ങനെ രക്ഷപ്പെട്ടു പോകുന്ന പരിപാടിയാണ് ഇവർ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇപ്പം കാലം മാറി, ഇത് ഇൻ്റർനെറ്റ് യുഗമാണ്. ഒരുത്തനൊരു കാര്യം പറഞ്ഞാൽ ചിന്താശേഷിയുള്ള ഒരു കേൾവിക്കാരനെ അത് അന്വേഷിച്ച് ചെന്ന് അതിൻ്റെ ആ റൂട്ട് വേർഡിലേക്ക് വരെ എത്താൻ പറ്റുന്ന വിധത്തിലുള്ള ഒരു കാലമാണ് ഇന്നുള്ളത്. ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി, ഇത് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റും. അപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് ലോകം പുരോഗമിച്ചതോടെ ഇവരുടെ ഇത്തരം ഉഡായിപ്പുകൾ നടക്കാതായി. പിന്നെന്താ ചെയ്യുക? പിന്നെ ഒരേ ഒരു വഴിയുള്ളൂ. എന്താണെന്നറിയോ? മുസ്ലിങ്ങളുടെ മാതൃകാ പുരുഷനായ മുഹമ്മദ് കാണിച്ചു കൊടുത്ത മാതൃകയനുസരിച്ച് വിമർശകനെ അങ്ങ് തട്ടിക്കളയുക. അല്ലെങ്കിൽ വിമർശകന് വേണ്ടപ്പെട്ട ആളുകളെ ആക്രമിച്ചുകൊണ്ട് വിമർശകനെ ഭയപ്പെടുത്തി നിശബ്ദനാക്കുക. ഈ ഒരു മാർഗ്ഗം ഇവരുടെ മുമ്പാകെ ഉള്ളൂ. അതാണിപ്പോൾ ബ്രദർ സെബാസ്റ്റ്യൻ മുന്നക്കലിൻ്റെ കാര്യത്തിൽ മുസ്ലിങ്ങൾ പ്ലാൻ ചെയ്തതും ഇൻ്റലിജൻസിന് ചോർന്ന് കിട്ടിയതും. ഇത് ഈ ചോർന്ന് കിട്ടുന്നതൊക്കെ രസമാണ്. ഇവരുടെ കൂട്ടത്തിൽ, ഈ മുസ്ലിങ്ങളുടെ കൂട്ടത്തിലുള്ള പല ആളുകളും വാസ്തവത്തിൽ മുർത്തദ്ദുകളാണ്. അതായത് ഇസ്ലാം മനസ്സുകൊണ്ട് ഉപേക്ഷിച്ച് കളഞ്ഞിരിക്കുകയാണ്. അവർ പുറത്തേക്ക് കാണിക്കുന്നില്ല, പുറത്തേക്ക് മുസ്ലിമായിട്ട് തന്നെ നടക്കുകയാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇസ്ലാം ഉപേക്ഷിച്ചു എന്ന് പറയുമ്പോൾ ഉണ്ടാകുന്ന സാമൂഹികപരമായിട്ടുള്ള പല പ്രയാസങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. കുടുംബത്തിൻ്റെ അകത്തുനിന്ന് സമൂഹത്തിലൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളുണ്ട്. അപ്പോൾ ഇതിനെ ഫേസ് ചെയ്യാനുള്ള ധൈര്യമില്ലാത്തത് കൊണ്ട് ഇവരെന്ത് ചെയ്യും? അത് പുറത്തേക്ക് പറയുന്നില്ല. പക്ഷെ അകത്ത് മനസ്സിൽ ഇവർക്ക് മനസ്സിലായി ഇത് തട്ടിപ്പാണ്, ഒന്നുമില്ല, വെറും ഉള്ളി ഒരു വിളിക്കുന്ന പോലെ ഉള്ളൂ എന്നുള്ളത് മനസ്സിലായി. അവർ അങ്ങനെ നടക്കുകയാണ്. എന്നാൽ പുറത്തേക്ക് കാണിക്കുന്നത് അങ്ങനെയൊന്നുമല്ല. അപ്പോൾ അങ്ങനെയുള്ള വേണ്ടി ഇങ്ങനെയുള്ള കൂട്ടരുമൊക്കെ ആയിട്ടായിരിക്കും ചിലപ്പോൾ ഇവന്മാർ ഗൂഢാലോചന നടത്തുന്നത്. അല്ലെങ്കിൽ ഗൂഢാലോചന നടത്തിയ ആൾക്കാരിൽ നിന്നുള്ള എന്തെങ്കിലും ഹിൻ്റൊക്കെ ഇവർക്ക് കിട്ടും. അങ്ങനെ കിട്ടിക്കഴിയുമ്പോൾ അവർ വേഗത പുറത്തേക്ക് ലീക്ക് ചെയ്യും. കാരണം അവർക്കറിയാം ഇതിങ്ങനെ ഒന്നാമത്തത് അവർ ഇസ്ലാമിനെ ആരെങ്കിലും വിമർശിക്കുന്നെങ്കിൽ അവർക്ക് സന്തോഷമേ ഉള്ളൂ. അവർക്ക് മനസ്സിലായി ഇത് കൊള്ളാത്ത സാധനമാണെന്ന് അവർക്ക് മനസ്സിലായിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിമർശകരുണ്ടാകട്ടെ, വിമർശിക്കുന്നവർക്ക് ഒരു കുഴപ്പം വരരുതെന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഒന്ന് ഇത് ചെയ്യുന്നത്. രണ്ടാമത്തെ കാര്യം അവരുടെയും സുരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ലീക്ക് ചെയ്ത് കൊടുക്കുന്ന ആൾക്കാരുണ്ടല്ലോ. കാരണം അവർക്കറിയാം വല്ല ആക്രമണം അങ്ങനെ നടന്നു കഴിഞ്ഞാൽ
സാധാരണ പോലെയൊന്നും അല്ല. നമുക്കറിയാം ജോസഫ് സാറിൻ്റെ കൈ വെട്ടി കഴിഞ്ഞപ്പോൾ NIA ആണ് വന്നത്, കേന്ദ്രത്തിൽ നിന്ന് വരും. അപ്പോൾ അങ്ങനെ കേന്ദ്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ ഈ പ്രതികളുമായിട്ടൊക്കെ എന്തെങ്കിലും ഒരു ബന്ധമുള്ളവരെ വരെ പ്രതിപ്പട്ടികയിൽ ഉൾപ്പെടുത്തും. ചെറിയൊരു ബന്ധം ഉണ്ടായാൽ മതി. ചിലപ്പോൾ കാശ് കടം കൊടുത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും കാശ് കടം കൊടുക്കുക എന്തെങ്കിലുമൊക്കെ ചെയ്തിട്ടുണ്ടാവും. സാധാരണ ഒരു സമൂഹ ജീവിതത്തിനകത്ത് നമുക്കുണ്ടാകുന്ന ഒരു ബന്ധം അങ്ങനെയുള്ളതുണ്ടായാലും മതി. പ്രതിപ്പട്ടികയിൽ പേര് വരും. പിന്നെ ആ ഇതിൽ നിന്ന് രക്ഷപ്പെട്ടു പോരാൻ വർഷങ്ങൾ എടുക്കും. 15-20 വർഷമൊക്കെ അതിൻ്റെ പുറകിൽ നടക്കേണ്ടി വരും കോടതിയിൽ ചെന്ന് ഇവൻ നിരപരാധിയാണെന്ന് ബോധ്യപ്പെടുത്താൻ. അതാണ് അവസ്ഥ. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥ തങ്ങൾക്ക് വരരുത്, അല്ലെങ്കിൽ തങ്ങളുടെ പരിചയത്തിലുള്ള മറ്റ് നിരപരാധികളായ മുസ്ലിങ്ങൾക്ക് വരരുതെന്നുള്ള ആഗ്രഹത്തിൻ്റെ പുറത്തും കൂടി ഇവർ എന്ത് ചെയ്യും, ഇത് ലീക്ക് ചെയ്ത് കൊടുക്കും. ഇതൊക്കെ എനിക്കറിയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്കെതിരെ ഇവന്മാർ പലതും പ്ലാൻ ചെയ്ത് കഴിഞ്ഞിട്ട് എനിക്ക് ഇതേപോലെ തന്നെ ചില ക്രിസ്ത്യൻ സുഹൃത്തുക്കളിൽ നിന്ന് എനിക്ക് വിവരം കിട്ടി. അനില ഇങ്ങനെ ഒരു കാര്യം അവർ പ്ലാൻ ചെയ്യുന്നുണ്ട്, അനിലൊന്ന് സൂക്ഷിക്കണം എന്നൊക്കെ പറഞ്ഞിട്ട്. ഞാൻ ചോദിച്ചു നിങ്ങൾക്ക് എങ്ങനെ കിട്ടി? ഞങ്ങളുടെ മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന് കിട്ടിയാണ്. പക്ഷെ അതെങ്ങനെ മുസ്ലിം സുഹൃത്തുക്കളിൽ നിന്ന്? അവർ പുറമേക്ക് മുസ്ലിമായിട്ട് നടക്കുന്നതെന്നുള്ളൂ, മനസ്സുകൊണ്ട് ഇത് വിട്ട്. അനിലിൻ്റെയൊക്കെ വീഡിയോ അവർ കാണാറുണ്ടല്ലോ, അവർക്ക് കാര്യം മനസ്സിലായി, ഇത് ഇത്രയേ ഉള്ളൂ എന്ന് മനസ്സിലായിട്ട് അവരത് വിട്ടതാണ്. അപ്പോൾ വിളിച്ചിട്ട് പറഞ്ഞു, നിങ്ങളുടെ ചങ്ങാതിക്കെതിരെ ഇങ്ങനെ ഒരു കാര്യം പ്ലാൻ ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ് എന്നെ വിളിച്ച് പറഞ്ഞു. ഞാനത് അനിലിനെ വിളിച്ച് പറയുന്നതാണ്, സൂക്ഷിച്ചോന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ട് പലരും. ഇതാണ് സ്ഥിതി. നമ്മൾ വിചാരിക്കുന്ന പോലെയൊന്നും അല്ല ഇത്. പുറമേക്ക് ഇങ്ങനെ ഇസ്ലാം വലിയ സംഭവമായിട്ട് നിൽക്കുന്നതേ ഉള്ളൂ. ഒന്നുമില്ലാതെ വെറും ദ്രവിച്ച് ജീർണിച്ച് ഒന്നുമില്ലാത്ത സ്ഥിതിയിലാണ് വാസ്തവത്തിലുള്ളത് ഇത്. അപ്പോൾ മുഹമ്മദിനെയും ഇസ്ലാമിനെയും ഖുർആനെയും അള്ളാഹുവിനെയും എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കാമെന്നുള്ള വിചാരത്തിൽ ഇതേപോലെയുള്ള സെബാസ്റ്റ്യൻ മുന്നയ്ക്കൽ ബ്രദറിൻ്റെ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും നിങ്ങൾക്കെതിരെ സംസാരിക്കുന്ന ആരെയെങ്കിലും ആക്രമിക്കുകയോ അല്ലെങ്കിൽ അവരുടെ കുടുംബക്കാരെ ആക്രമിക്കുക എന്നൊക്കെയുള്ള വല്ല ബുദ്ധിമോശവും കാണിക്കാൻ ഏതെങ്കിലും മുസ്ലിം പ്ലാൻ ഇടുന്നുണ്ടെങ്കിൽ, ഇപ്പോഴും പ്ലാൻ ഇട്ടുകൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ അവരോട് ഞാൻ പറയട്ടെ, നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുള്ളതും ഇനി ചെയ്യാൻ പോകുന്നതുമായ ഏതൊരു മണ്ടത്തരത്തെക്കാളും വലിയ മണ്ടത്തരമായിരിക്കും അത്. നിങ്ങൾ ജോസഫ് മാഷിൻ്റെ കൈ വെട്ടിയ കാലമൊന്നും അല്ല ഇത്. ഇസ്ലാമിനെ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾക്ക് നിങ്ങളിൽ നിന്ന് എന്തെങ്കിലും ഒരു അപകടമുണ്ടായാൽ നിങ്ങളുടെ സ്ഥിതി വളരെ കഷ്ടത്തിലാകും. ആശയപരമായി മാത്രമല്ല നിങ്ങൾ ബുദ്ധിമുട്ടിലാകുന്നത്, സാമൂഹ്യപരമായും മുസ്ലിങ്ങളുടെ സ്ഥിതി കഷ്ടത്തിലാകും. അമുസ്ലിങ്ങൾ കൃത്യമായി നിങ്ങളിൽ നിന്ന് അകലം പ്രാപിക്കും. നിങ്ങൾ ഒറ്റപ്പെട്ടു പോകും. കേന്ദ്രത്തിൽ നിന്ന് അന്വേഷണ ഏജൻസികൾ വരുമ്പോൾ നിങ്ങളുമായി ഏതെങ്കിലും തരത്തിൽ ബന്ധമുള്ള ആൾക്കാരെ വരെ അവർ ഈ കേസിൽ പെടുത്തി അകത്തിടും. പിന്നെ അവർ നിരപരാധിത്വം തെളിയിച്ച് കേസിൽ നിന്ന് ഊരിപ്പോരാൻ 15, 20, ചിലപ്പോൾ 25 കൊല്ലമൊക്കെ എടുത്തുനിന്ന് വരും. അതുവരെ കോടതി വരാന്തകൾ കയറിയിറങ്ങണം. നിങ്ങളുമായി പരിചയപ്പെട്ട ആ നിമിഷത്തെ ഓർത്ത് അവർ മരണം വരെ ദുഃഖിക്കും. അവരുടെ കുടുംബാംഗങ്ങളെല്ലാം ഓരോ നിസ്കാരം കഴിയുമ്പോഴും നിങ്ങളെ ശപിച്ചുകൊണ്ടേയിരിക്കും. ഇതൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. ഇസ്ലാമിനെ തുറന്നു കാണിച്ചതിൻ്റെ പേരിൽ ആരെങ്കിലും ദേഹത്തുനിന്ന് ചോര ഒരു തുള്ളി വീഴാനിടയായാൽ സംഭവിക്കാൻ പോകുന്ന സംഗതി ഇതാണ്. മുൻകൂട്ടി ഞാൻ പറഞ്ഞു തരികയാണ്. അതുകൊണ്ട് ആശയപരമായി നിങ്ങൾക്കെതിരെ സംസാരിക്കുന്നവരെ ആയുധമെടുത്ത് നിശബ്ദരാക്കാമെന്നുള്ള വ്യാമോഹം നിങ്ങളങ്ങ് മാറ്റിവെക്കണം. 21-ാം നൂറ്റാണ്ടിലാണ് നിങ്ങൾ ജീവിക്കുന്നതെന്നുള്ള സത്യം നിങ്ങൾ മറക്കാതിരിക്കുക. ഇസ്ലാമിക ഭീകരവാദികളിൽ നിന്ന് ഭീഷണി നേരിടുന്ന ബ്രദർ സെബാസ്റ്റ്യൻ മുന്നയ്ക്കലിനും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങൾക്കും ഒരിക്കൽ കൂടി പിന്തുണ പ്രഖ്യാപിച്ചുകൊണ്ട് ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ നമ്മളെല്ലാവരെയും ഈ കൊറോണ കാലത്ത് കർത്താവായ യേശു ക്രിസ്തു കാത്തു സൂക്ഷിക്കുമാറാകട്ടെ. അവൻ്റെ നാമം മാത്രം എന്നുമെന്നും വാഴ്ത്തപ്പെടട്ടെ. ആമേൻ. ജീവിച്ചാൽ ക്രിസ്തുവിനായി, പ്രവർത്തിച്ചാൽ ക്രിസ്തുവിനായി, മരിച്ചാൽ ക്രിസ്തുവിനായി.